وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد اشرح لي ويسر لي أمري واحلل عقدة من لساني يفقهوا قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونصله جهنم. صدق الله مولانا العظيم. قال نبينا محمد صلى الله عليه وسلم: إذا ظهر البدع وسكت العالم فعليه لعنة الله. وأجمل منك لم تر قط عيني وأفضل منك لم تلد النساء. خلقت مبرأ من كل عيب كأنك قد خلقت كما تشاء. വേദിയിലിരിക്കുന്ന യോഗത്തിന്റെ അധ്യക്ഷ പദവി നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ കേന്ദ്ര മുശാവറ അംഗം ശൈഖുന ടി.പി. ഇപ്പ മുസ്ലിയാർ അവർകളെ, ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാനിരിക്കുന്ന ഒന്നരായ പ്രിയങ്കരായ കളാവ് സൈദലവി മുസ്ലിയാർ, അതുപോലെ നമ്മുടെ പരിപാടി സ്വാഗതം നിർവഹിച്ച ഈ മഹല്ലിന്റെ മുദരിസ് കൂടിയായ മുനവ്വർ ഫൈദി ഉസ്താദ്, അതുപോലെ ഒന്നരായ ഉസ്താദ് മുഹമ്മദ് മുസ്ലിയാർ, ഹസൻ മുസ്ലിയാർ, പിന്നെ പേരറിയാത്ത കുറെ ആളുകൾ വേദിയിലുണ്ട്. എല്ലാ ആളുകളും, സ്റ്റേജിലുള്ള വിശിഷ്ടരായ നേതാക്കളെ, ഉലമാക്കളെ, ഉമറാക്കളെ, ഈ നിറഞ്ഞ നിർഭരമായ ഈ സദസ്സിൽ സംഗമിച്ച അള്ളാഹുവിന്റെ മുഖറബുകളായ മലായികത്തിന്റെ സാന്നിധ്യം നാം പ്രതീക്ഷിക്കുന്ന ഈ മഹത്തായ മജ്ലിസിൽ സംഗമിച്ച പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ പരിപാടി അവന്റെ പൊരുത്തത്തിലും ഇഷ്ടത്തിലുമായി നാളെ ഹസനാത്തിന്റെ സഹീഫയിൽ ഏടിൽ ഒരു സൽക്കർമ്മമായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. ഇത് സംഘടിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തിയ മുഴുവൻ പ്രവർത്തകന്മാർക്കും നേതാക്കന്മാർക്കും ഇതിന് പിന്തുണയർപ്പിച്ച എല്ലാ ആളുകൾക്കും അല്ലാഹു തആല തക്കതായ വണ്ണമായ പുണ്യം രണ്ട് ലോകത്തും അല്ലാഹു തആല പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ ഈ പരിപാടി ഇവിടെ ഈ വിശാലമായ മൈതാനിയിൽ ഒരുമിച്ച് കൂടിയതുപോലെ ലോകത്തിന്റെ അഷ്ടദിക്കുകളിലേക്ക് ഇതിന്റെ പ്രസരണം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന, ഇന്റർനെറ്റ് സംവിധാനത്തിലൂടെ ഇത് എത്തിച്ചുകൊണ്ടിരിക്കുന്ന സമസ്ത കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ പ്രവർത്തകന്മാർ, സ്വദേശത്തും വിദേശത്തുമുള്ളതിന്റെ പ്രവർത്തകന്മാർ, അല്ലാഹു തആല അവർക്കൊക്കെ വലിയ ദീനി ഖിദ്മത്തിനുള്ള സമയവും സന്ദർഭവും പ്രതിഫലവും അല്ലാഹു തആല പ്രദാനം ചെയ്യുമാറാവട്ടെ. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ പരിപാടി ഇവിടെ ഈ നിമിഷം നമ്മളൊക്കെ ലൈവായിട്ട് കാണുന്നത് പോലെ, കേൾക്കുന്നത് പോലെ സൗദി അറേബ്യയിലും ഗൾഫ് നാടുകളിലും വിദേശ നാടുകളിലും ഈ സമയം കാണുകയും കേൾക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ സംവിധാനം ഒരുക്കി തന്ന എല്ലാ ആളുകൾക്കും വലിയ പുണ്യം പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുക. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇവിടെ നടക്കാൻ പോകുന്നത് ഒരു ആമുഖ പ്രസംഗമാണ്. അത് നടത്താൻ വേണ്ടിയാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. അതിനെ തുടർന്ന് ഇവിടെ നടക്കാൻ പോകുന്നത്
ബഹുമാനപ്പെട്ട മുസ്തഫ അഷ്റഫി കക്കുപ്പടി അദ്ദേഹം തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അദ്ദേഹം വിശാലമായി വിശദമായി വിഷയങ്ങളെ സംബന്ധിച്ചുള്ള പ്രഭാഷണം ഇവിടെ നടത്തും എന്നാണ് നാം പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇവിടെ നൂറുകണക്കിന് കസേരകൾ നിരത്തിയിട്ടുണ്ട്. ഏതാണ്ട് എല്ലാ കസേരകളും ഫുള്ളായിട്ടുണ്ട്. പക്ഷേ ഈ മുന്നിൽ മാത്രം ഒഴിഞ്ഞ ഒരു 5 കസേര അതവിടെ ഒഴിഞ്ഞു കിടക്കുക. അതെന്തിനു വേണ്ടിയാണെന്നറിയാം. അത് ഇവിടെ പ്രസംഗിക്കുന്ന വിഷയങ്ങളെ സംബന്ധിച്ചോ അതല്ലെങ്കിൽ ആരെങ്കിലും പൊതുജനത്തിന്റെ ചോദ്യശരങ്ങളെ ഭയപ്പെട്ടുകൊണ്ട് എന്തൊക്കെയോ പറഞ്ഞ് പ്രസംഗിച്ചു പോയ ആളുകളുടെ പ്രഭാഷണത്തിൽ അടങ്ങിയ വിഷയത്തെ പറ്റിയോ എന്തു ആവാം. ഇവിടെ ഒരു ലിമിറ്റേഷൻ ഇല്ല. ഇത്ര മാത്രമേ ആകാവൂ, ഇന്നവരെ ചോദിക്കാവൂ, ഈ നാട്ടുകാരെ പറ്റൂ എന്നൊന്നും പറ്റൂല. അതൊന്നും ഇവിടെ ലിമിറ്റേഷൻ ഇല്ല. അപ്പൊ ഇതേ ഇവിടെ പ്രസംഗിച്ചു എന്ന് പറഞ്ഞ ആ ആളുകളുടെ ആ കക്ഷികൾ തന്നെ നമ്മളെ കഴിഞ്ഞ ആഴ്ച എക്കാറ്റിയിൽ അവിടെ 2 ആഴ്ച മുമ്പ് വന്നു. അപ്പോ അവിടെ പ്രസംഗിക്കുന്ന സ്റ്റേജിലിരിക്കുന്ന ആളുകളൊക്കെ പുറത്തുള്ളവര. അതുപോലെ സദസ്സിൽ ശ്രോതാക്കളായ ആളുകൾ എല്ലാവരും 90% ആളുകളും പയക്കാറ്റിക്കാരല്ല. അവിടുന്ന് ഇവിടുന്ന് ഇറക്കുമതി ചെയ്ത ആൾക്കാരാണ്. പിന്നെ അവർ നോട്ടീസ് വിതരണം ചെയ്തതോ അത് പെരിന്തൽമണ്ണയിലും മലപ്പുറത്തും മക്കരാപ്പറമ്പും അങ്ങാടിപ്പുറത്തും മങ്കടയിലും ഒക്കെയാണ്. ആ നോട്ടീസുകളിലൊക്കെ എഴുതിയിട്ടുള്ളത് എന്താണ്? ഏവർക്കും സംശയ നിവാരണത്തിന് സ്വാഗതം എന്നാണ്. അങ്ങനെ ചില ആളുകൾ സംശയം ചോദിക്കാൻ വേണ്ടി ഒന്നും പറ്റൂല, ഈ നാട്ടുകാർക്ക് മാത്രമേ പറ്റുള്ളൂ. ഇതെന്ത് പണിയാ? പ്രസംഗിക്കുന്നവൻ പുറത്തുള്ളവൻ, ശ്രോതാക്കളും പുറത്തുള്ളവര്, നോട്ടീസ് ഒറ്റിക്കുന്നതും പുറം നാടുകളില്, ആളുകളെ പോയി ക്ഷണിച്ചു വരുത്തുന്നതും പുറം നാടുകളില്. പക്ഷെ ചോദിക്കാരൻ മാത്രം ആ നാട്ടുകാരനാവണം. ഇതെന്ത് ദീനാണോ? നിങ്ങൾക്ക് തെളിവിന്റെയോ ആദർശത്തിന്റെയോ ബുദ്ധിയുടെയോ ഒരൽപ്പം പോലും പിൻബലം ഈ മുജാഹിദുകൾ എന്ന് പറയുന്ന വിഭാഗത്തിനില്ല എന്നതിന്റെ പ്രകടമായ വ്യക്തമായ ഒരു തെളിവാണ് ഒളിച്ചോട്ടം. ഈ ഒളിച്ചോട്ടം എന്ന് പറയുന്നത് എന്താ? ആൺകുട്ടികളുമായി ചോദ്യത്തിന് മറുപടി പറയാം. എന്താ ഈ സദസ്സിൽ ഈ സദസ്സിലിരിക്കുന്ന ആർക്കും ഇവിടെ ഒന്ന് ചോദിക്കാം. നിങ്ങൾ അപായപ്പെടുത്താനോ അപകീർത്തിപ്പെടുത്താനോ ഈ വേദി ദുരുപയോഗം ചെയ്യുന്ന പ്രശ്നമില്ല. മാന്യമായ ചോദ്യോത്തരങ്ങൾ, മാന്യമായ സംശയ നിവാരണങ്ങൾ, മാന്യമായ വിമർശനങ്ങൾ, അതിന് വ്യക്തമായ സലക്ഷ്യമായ മറുപടികൾ, അതിനുവേണ്ടിയാണ് ഈ സദസ്സ് ഒരുക്കിയിട്ടുള്ളത്. അതിനുവേണ്ടിയാണ് ഈ നേതാക്കൾ ഇവിടെ സംഗമിച്ചിട്ടുള്ളത്. മനസ്സിലായി? അല്ലാതെ എന്തെങ്കിലുമൊക്കെ എവിടെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ പോയി പ്രസംഗിക്കുക. ഇന്ത്യ രാജ്യമല്ലേ, സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. പോലീസിൽ നിന്ന് പെർമിഷൻ എടുത്താൽ ആർക്കും എന്തും പറയാം, നാട്ടുകാര് കേട്ടോളും. ചവിടടച്ചു പിടിച്ചാലും ശബ്ദ തരംഗങ്ങൾ ചെവിയിൽ വന്ന് പതിച്ചോളും. അപ്പൊ ആ ഒരു പ്രകൃതി നിയമം ചൂഷണം ചെയ്തുകൊണ്ട് പ്രസംഗിക്കാൻ വലിയ പണിയൊന്നുമില്ല. പക്ഷേ വ്യക്തമായ ചോദ്യങ്ങളെ ഭയപ്പെടുന്നതെന്തിന്? അമ്പിയാക്കൾ ചോദ്യത്തിന് ഭയപ്പെട്ടിട്ടില്ല, സ്വഹാബിമാർ ചോദ്യങ്ങളെ ഭയപ്പെട്ടിട്ടില്ല, താബിഈങ്ങൾ ചോദ്യങ്ങളെ ഭയപ്പെട്ടിട്ടില്ല, മദ്ഹബിന്റെ ഇമാമുമാർ ചോദ്യങ്ങളെ ഭയപ്പെട്ടിട്ടില്ല, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ ആലിമീങ്ങൾ ചോദ്യങ്ങളെ ഭയപ്പെട്ടിട്ടില്ല. പക്ഷേ ചോദ്യങ്ങളെ ഭയപ്പെട്ടുകൊണ്ട് മൂടും തട്ടി പൊടിയും തട്ടിക്കൊണ്ട് ഇറങ്ങി ഓടുന്ന ഒളിച്ചോട്ടത്തിന്റെ വക്താക്കൾ അവരുടെ പ്രഭാഷണത്തിനൊരു നിലയും ഒരു വിനയും ബുദ്ധിയുള്ളവൻ നൽകില്ല. ഇവിടെ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇവിടെ പ്രസംഗിച്ചു എന്ന് പറയുന്ന വ്യക്തി അവര് ജിന്നുകളോടുള്ള പ്രാർത്ഥന ശിർക്കല്ല എന്ന ഒരു വാദക്കാരനാണ് ഇവിടെ പ്രസംഗിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. അതായത് ഔലിയാക്കളോട് സഹായം ചോദിക്കുന്നത് ശിർക്കാണ്, മലക്കുകളോട് സഹായം ചോദിക്കുന്നത് ശിർക്കാണ്, പടപ്പുകളോട് സഹായം ചോദിക്കുന്നത് ശിർക്കാണ്. പക്ഷെ ഭൂതത്തിനോട് സഹായം ചോദിക്കുന്നത് ശിർക്കല്ല എന്ന ഒരു വാദം ഉന്നയിക്കുന്ന വ്യക്തിയാണ് ഇവിടെ പ്രഭാഷണം നിർവഹിച്ചത് എന്നാണ് അയാളെ പേരിൽ നിന്നും അയാളുടെ സംസാരത്തിന്റെ ശൈലിയിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ അയാളെ പ്രസംഗം
നമ്മളിവിടെ ഒന്ന് കാണൊരു പ്രസംഗം നടത്തുമ്പോ ഇവിടെ ഒരു കടുത്ത വിമർശനവും മുശിരിക്കാക്കൽ തൊഴിൽ വർദ്ധിച്ചു പോത്തിയിടം ഒന്ന് കേൾക്കണം. ഇവിടെ സാധുക്കളായ നിഷ്കളങ്കരായ പ്രവർത്തകന്മാർ അതിന്റെ ഓഡിയോ കയ്യിലെത്തിച്ചു. സമയക്കുറവുണ്ടെങ്കിലും വളരെ കിട്ടിയ സമയം എടുത്തുകൊണ്ട് ഞാൻ ആ ഓഡിയോ ഏതാണ്ടൊക്കെ കേട്ടു. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലുടനീളം, ആളെ പേര് പറയണോ? പേരിലൊന്നും വലിയ കാര്യമില്ല. ഏതായാലും ജിന്നിനോടുള്ള സഹായത്തേട്ടത്തിന് ശിർക്കില്ല എന്ന ഒരു വാദക്കാരനാണ് അയാള് എന്നതിൽ സംശയം. ജിന്നിനോടുള്ള സഹായത്തേട്ടം അഥവാ പ്രാർത്ഥന, സഹായത്തേട്ടത്തിനാണല്ലോ ഇവര് പ്രാർത്ഥന എന്ന് പറയുന്നത്. ഒരാള് വേറൊരാള് സഹായം ചോദിച്ചാൽ അതിനാണത്രേ ഇവര് പ്രാർത്ഥന എന്ന് പറയുന്നത്. നമ്മളെടുക്കല് ദുആ എന്ന് പറഞ്ഞാൽ അതല്ലട്ടോ. ഇന്ന് മഗ്രിബ് നിസ്കാരത്തിന് ശേഷം നമ്മുടെ പള്ളിയിലുള്ള നിസ്കാരാനന്തരം നമ്മൾ ദുആ നടത്തിയില്ലേ? ഈ സ്റ്റേജ് ഇവിടെ സമാരംഭിക്കുമ്പോൾ നമ്മൾ ദുആ നടത്തിയില്ലേ? എന്താണ് ദുആ എന്ന് പറഞ്ഞാൽ അതറിയാത്തവരാരെങ്കിലും കാച്ചിനിക്കാടുണ്ടോ? ഇല്ല. മക്കരാപ്പറമ്പത്തുണ്ടോ? ഇല്ല. അല്ലെങ്കിൽ കൊളപ്പറമ്പുണ്ടോ? ഇല്ല. ആരെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഓലൊക്കെ ഡിസ്മിസ് ചെയ്യും ചെയ്തിട്ടുണ്ട്. എന്താണ് ദുആ എന്ന് പറഞ്ഞാൽ? അടിമയായ വ്യക്തി ഉടമയായ റബ്ബിനോട് തന്റെ ആവശ്യങ്ങൾ അപേക്ഷിക്കുന്നതിനെ സംബന്ധിച്ചാണ് ദുആ എന്ന് പറയുക. അതല്ലാതെ ഒരാൾ വേറൊരാളോട് വാങ്ങിക്കൊടുക്കുന്നു. നമ്മൾ ജവാബ് കൊടുത്തു അല്ലെ? ഇത് എന്ന് തുടങ്ങിയതാ? ഇതെന്ന് തുടങ്ങിയതാ? എന്നോ തുടങ്ങിയതല്ലേ? ഇത് അനുഷ്ഠിച്ചു പോരുന്ന ഈ ജനസഞ്ചയം, ഈ മുഅ്മിനീങ്ങളുടെ ആൾക്കൂട്ടം, ഈ മുഅ്മിനാത്തുകളുടെ ആൾക്കൂട്ടം, ഈ ആൾക്കൂട്ടത്തിന്റെ നേർക്ക് ചോദിക്കുകയാണ് ഇവിടെ പ്രസംഗിച്ചു പോയ വ്യക്തി. എന്താണെന്നറിയോ? ഞമ്മക്ക് കൊല്ലത്തിലൊരിക്കൽ റബീഉൽ അവ്വൽ 12-ന് 4 പായസം കുടിച്ചിട്ടുള്ള ചാടിക്കളി മാത്രമേ ഉള്ളൂ. നബിനെ പിൻപറ്റുന്ന പരിപാടിയൊന്നും ഞമ്മക്കറിയില്ല. അതുകൊണ്ട് നബിയെ പിൻപറ്റണേ നാട്ടുകാരെ. റബീഉൽ അവ്വലിൽ ചാടിക്കളിക്കേണ്ട നാട്ടുകാരെ, പായസം കുടിക്കേണ്ട നാട്ടുകാരെ എന്നതിലേക്ക് വരുന്നുണ്ട്. ഇതാരോടാണ് ഈ പറയുന്നത്? സാധാരണ നമ്മുടെ നാട്ടുമ്പുറത്തൊരു ചൊല്ലുണ്ട്, നീർക്കോലിക്കുട്ടിക്ക് നീന്തക്കം പഠിപ്പിക്കണ്ട. നമ്മളോട് എന്തിനാ അത് പറയേണ്ട ആവശ്യം? മഗ്രിബ് സുബ്ഹിക്ക് എഴുന്നേൽക്കുമ്പോൾ എന്ത് ചെയ്യണം, എന്ത് ചൊല്ലണം? ഈ ഇരിക്കുന്ന ആളുകൾക്കറിയാം അതവർ ചെയ്യുന്നുണ്ട്. ഔറത്ത് എങ്ങനെ മറക്കണം ഈ നാട്ടുകാർക്കറിയാം അതവർ ചെയ്യുന്നുണ്ട്. 5 നേരത്തെ നിസ്കാരം എങ്ങനെ ചെയ്യണം, ഖുർആൻ ഓതണം, സ്വലാത്ത് ചൊല്ലണം, ദാനധർമ്മം ചെയ്യണം, സുന്നത്ത് നിസ്കരിക്കണം, നോമ്പ് നോൽക്കണം, ഹജ്ജ് ചെയ്യണം. ധാരാളം പ്രവാചകന്റെ ചര്യകൾ ജീവിതത്തിൽ കൊണ്ടു നടക്കുന്ന സുന്നി സമൂഹത്തെ നോക്കിക്കൊണ്ട് ഇയാൾ ആക്രോശിച്ചു. ഇവിടെ വന്നിട്ട് ഈ സുന്നികൾ, പരമ്പരാഗത മുസ്ലിങ്ങൾ, പരമ്പരാഗതമായി ജീവിച്ചു പോരുന്ന മുസ്ലിം സമുദായം, അവർക്ക് സുന്നത്തില്ല, അവർക്ക് പ്രവാചക ചര്യയില്ല, അവർക്ക് പായസം കൂടി മാത്രമാണ്. ഇത് ദുരാരോപണമല്ലേ? ഇത് സത്യമാണോ? ഈ ഞാനിപ്പോ ബാങ്ക് കൊടുത്തപ്പോ ചിന്തിച്ചതാണ്. ഇവിടെ ബാങ്ക് കൊടുത്തപ്പോ നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങളതിന് ജവാബ് ചെയ്തില്ലേ? ഇനി നിസ്കരിക്കൂലേ? ഇത് മുജാഹിദാണോ പഠിപ്പിച്ചെന്നത്? ഇത് ജിന്ന് വിഭാഗം മുജാഹിദാണോ ജിന്നിനോട് പ്രാർത്ഥിക്കുന്നത് ശിർക്കല്ല എന്ന് പറയുന്നവനാണോ ഇത് പഠിപ്പിച്ചത്? എന്നിട്ട് അള്ളാഹുവിന്റെ ചര്യയെ, അള്ളാഹുവിന്റെ ദീനിനെ, പ്രവാചകന്റെ ചര്യയെ നാക്കിലും വാക്കിലും പ്രവർത്തനത്തിലും കർമ്മത്തിലും ചിന്തയിലും കൊണ്ടു നടക്കുന്ന ഒരു ജനസഞ്ചയത്തിന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് കാർക്കിച്ച് തുപ്പുന്ന ഈ ഏർപ്പാടുകാരൻ, നിങ്ങൾ നോക്കണം. നമ്മളാരെങ്കിലും മങ്കടയിൽ പോയിട്ട് മുജാഹിദിന്റെ മഹലിൽ പോയിട്ട് പ്രസംഗിച്ചു കാരണം അവിടെ ഫിത്ന ഉണ്ടാക്കാറുണ്ടോ? ഉണ്ടോ? എടത്തനാട്ടുകരയിലെ മുജാഹിദിന്റെ ഭൂരിപക്ഷ കേന്ദ്രങ്ങളിൽ നമ്മൾ പോയിട്ട് അവിടെ ഫിത്ന ഉണ്ടാക്കാറുണ്ടോ? ഈ സമുദായ ഈ നാട്ടുകാരെ ഛിന്ന ഭിന്നമാക്കുന്ന ഏർപ്പാടിന് നേതൃത്വം വഹിക്കാറുണ്ടോ? ഇതിന് കാച്ചിൻകാട്ടിൽ പരിപാടി വെച്ചാൽ മങ്കടയിലാണ് മറുപടിയൊക്കെ കണ്ടത്.
മങ്കടിയിൽ ഇവരെ മഹല്ലുണ്ടല്ലോ, അവിടെ പോയിട്ട് പോലെ പള്ളിന്റെ ചെറിയക്ക് നോക്കിയിട്ട് മറുപടി പറയണം ഇൻഷാ അല്ലാഹ്. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇവിടെ പ്രസംഗിച്ചു പോയ ആ വ്യക്തി, അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പരാതി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ വഹാബിയാളെ പുത്തൻവാദികളായിട്ടാണ് സമൂഹം നിരീക്ഷിക്കുന്നത്. ഇതാണ് അദ്ദേഹം ഇവിടെ ആകെ പറഞ്ഞതിന്റെ ടോട്ടൽ. ഇത് സമൂഹം വിലയിരുത്തിയത് യഥാർത്ഥമാണ്. മുജാഹിദുകൾ അല്ലെങ്കിൽ വഹാബികൾ, മൗദൂദികൾ, തബ്ലീഗുകാർ, ഈ കക്ഷികളെല്ലാം അവർക്ക് ഓശാന വേടുന്ന ചില കൗൺസിലുകാർ, ഇവരൊക്കെ ഒരേ നാണയത്തിന്റെ പല വശങ്ങളാണ്. റബീഉൽ അവ്വൽ വരുമ്പോ ഇവർക്കൊക്കെ ഒരു ഹാലിളക്കാണ്. വഹാബിയാക്ക് ഹാലിളക്കാണ്, അതുപോലെ ഈ കൗൺസിലുകാർക്ക് ഹാലിളക്കാണ്, സകല ആളുകൾക്കും ഹാലിളക്കാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, എന്തുകൊണ്ടാണ് ഇവരൊക്കെ പുത്തൻവാദികളായത്? അത് പരിതപിച്ചിട്ടോ പരാതിപ്പെട്ടിട്ടോ കാര്യമില്ല. ഇവര് പുത്തൻവാദികളായത് നമ്മളാക്കിയതല്ല, അവര് സ്വയം പുത്തൻവാദികളായി പോയതാണ്, ബിദ്അത്തിന്റെ ആശാന്മാരായി പോയതാണ്, ബിദ്അത്തിന്റെ അപ്പോസ്തലന്മാരെ അന്ധമായി കണ്ണടച്ചുകൊണ്ട് പിൻപറ്റിയതാണ് ഇവർക്ക് സംഭവിച്ച പ്രശ്നം. എവിടെയൊക്കെയാണ് ഇവർക്ക് തകരാറ് സംഭവിച്ചത് എന്നുള്ളതിന് തെളിവ് ഇവിടെ പ്രസംഗിച്ചു പോയ ആ വ്യക്തിയുടെ ആ ഒരൊറ്റ പ്രസംഗം എടുത്താൽ മതി. ആ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആദ്യം ഇങ്ങനെ തുടങ്ങിയിട്ട് കലിമത്തു ഹഖ്ഖിൻ ഉരീദ ബിഹാ ബാത്തിലു എന്ന് പറഞ്ഞ മാതിരി നല്ല വർത്താനങ്ങൾ പറഞ്ഞിട്ട് തോന്യാസം പിന്നീട് ചേർക്കുന്ന ഏർപ്പാട് എന്ന് പറയുമല്ലോ, ആ പണി അദ്ദേഹം ഇവിടെ നടത്തുകയുണ്ടായി. ലാ ഇലാഹ ഇല്ലല്ലാഹയാണല്ലോ ഇസ്ലാമിന്റെ ഒന്നാമത്തെ വാചകം. രണ്ടാമത്തെ വാചകം മുഹമ്മദുർ റസൂലുള്ളയാണല്ലോ. ഈ രണ്ട് വാചകത്തെയും അദ്ദേഹം മുസ്ലിമീങ്ങൾ മനസ്സിലാക്കിയതിനെതിരായി, നബിമാർ മനസ്സിലാക്കിയതിനെതിരായി, അല്ലാഹു പഠിപ്പിച്ചതിനെതിരായി, അവന്റെ റസൂൽ ഉത്ബോധിപ്പിച്ചതിനെതിരായി, സ്വഹാബത്ത് എത്തിച്ചു തന്നതിനെതിരായി ഈ നാട്ടിന്റെ പാവപ്പെട്ട ജനങ്ങളോട് സംസാരിച്ചു. ഒരുപക്ഷെ ഇറക്കുമതി ചെയ്ത എന്ത് കേട്ടാലും ചിരിച്ചു കൊടുക്കുന്ന, ബുദ്ധി തീരെ ഉപയോഗിക്കാത്ത ഏതാനും സദസ്യന് മുമ്പാകെ അയാൾ പ്രസംഗിക്കുകയുണ്ടായി. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഏതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്? ഇന്നത്തെ ബാങ്കലിയുടെ സമാപനം കുറിച്ച ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിസ്കാരശേഷം 10 തവണ നമ്മൾ ആവേശത്തോടുകൂടി നിർവഹിക്കുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ്, മയ്യിത്തിന് പിറകിൽ ചൊല്ലുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ്, ബദറിലും ഉഹദിലും ഹുനൈനിലും ഖന്തക്കിലും സകല രണാകളങ്ങളിലും ഉയർത്തിക്കാണിക്കപ്പെട്ട ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്? അല്ലാഹു മാത്രമേ ഇലാഹുള്ളൂ, അല്ലാഹു മാത്രമേ ദൈവമുള്ളൂ, അല്ലാഹു മാത്രമേ ഇലാഹുള്ളൂ, അല്ലാഹു മാത്രമേ റബ്ബുള്ളൂ, അല്ലാഹു മാത്രമേ ദൈവമുള്ളൂ. ഈ ആശയത്തെ നാവുകൊണ്ട് ചൊല്ലിപ്പറയുന്നുവെന്ന് മാത്രമല്ല, അത് മനസ്സിന്റെ ഉള്ളിൽ ഉറക്കത്തിലും ഉണർവിലും സഞ്ചാരത്തിലും അടക്കത്തിലും യാത്രയിലും നാട്ടിലും മരണത്തിലും ഇഹലോകത്തും പരലോകത്തും മനസ്സിന്റെ ഉള്ളിൽ കെടാത്ത വിളക്കായി സൂക്ഷിച്ചു കൊണ്ടു നടക്കുകയും അടുത്ത തലമുറക്ക് കൈമാറിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന നമ്മുടെ മനസ്സിന്റെ ഉള്ളിലുള്ള ഉറച്ച വിശ്വാസമായ ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്നാ ഇയാളെന്താ അതിനെപ്പറ്റി അർത്ഥം വെച്ചതെന്നറിയോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ മറഞ്ഞ മാർഗത്തിലൂടെ, അല്ലെങ്കിൽ അഭൗതിക രീതിയിലൂടെ, അതല്ലെങ്കിൽ അദൃശ്യമായ മാർഗത്തിലൂടെ, അതല്ലെങ്കിൽ കാരികകളുടെ ബന്ധങ്ങൾക്കപ്പുറത്തിലൂടെ, ഇങ്ങനെ കുറെ മലയാള വാക്കുകൾ ഇങ്ങനെ ഉണ്ടാക്കുകയാണ്. ആ വാക്കുകൾ ഉണ്ടാക്കിയിട്ട് ഇയാൾ പറയാണ്, അങ്ങനെ സഹായം ചോദിക്കാൻ പാടില്ല എന്നാണ്, അല്ലാഹുവോടല്ലാതെ സഹായം ചോദിക്കാൻ പാടില്ല എന്നാണ് അതിന്റെ അർത്ഥം എന്ന് ഈ മനുഷ്യൻ ഇവിടെ വിളിച്ചു പറയുകയാണ്. ഇത് കള്ള അർത്ഥമാണ്. ഇങ്ങനെ ഒരു അർത്ഥം ഒരൊറ്റ പ്രവാചകനും പഠിപ്പിച്ചിട്ടില്ല. ഇങ്ങനെ ഒരൊറ്റ അർത്ഥം ഒരൊറ്റ ഖുർആനിന്റെ ആയത്തിലും ഒരു പദത്തിൽ പോലും ഇല്ല. ഇങ്ങനെ ഒരർത്ഥം ഏതെങ്കിലും ഒരു ഹദീസിൽ, അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതചര്യയുടെ സമാഹാരമാകുന്ന ഹദീസിന്റെ ഒരൊറ്റ ഗ്രന്ഥത്തിലും പറഞ്ഞിട്ടില്ല.
എന്നാൽ ഏതെങ്കിലും ഒരു ഇമാമിന്റെ കിതാബിന്റെ ഏതെങ്കിലും ഒരു പേജിന്റെ ഏതെങ്കിലും ഒരു വരിയിൽ ആ ആശയം പറഞ്ഞിട്ടില്ല. പിന്നെ ഈ ആശയം ആര് കൊണ്ടുവന്നതാണ്? ഇത് ഇവിടുത്തെ വഹാബികളും മൗദൂദികളും മുജാഹിദീങ്ങളും കൊണ്ടുവന്നതാണ്. ഞാൻ വെറുതെ പറയില്ല, നോണ പറയാണെന്ന് വിചാരിച്ചങ്ങള് ദയവായി ചെയ്യാം. ഇത് ജിന്നി വിവാദം വസ്തുതയെന്ത് എന്ന് പറയുന്ന മുജാഹിദുകളുടെ ഒരു പുസ്തകമാണ്. ഈ പുസ്തകത്തിന്റെ 32-ാമത്തെ പേജിൽ ഞാൻ ഈ പറഞ്ഞ കാര്യം വ്യക്തമായി പറയുകയാണ്. യുവാക്കളെ നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ മുജാഹിദിന്റെ പ്രവർത്തകരെ കാണുമ്പോൾ അവരോട് ചോദിക്കണം, നല്ല ഭാഷയിലട്ടോ, അവരെ വിദ്വേഷത്തിന്റെയോ അല്ലെങ്കിൽ നിങ്ങൾ ഖുറാഫി അങ്ങനെയൊന്നും നമ്മൾ പറയണ്ട. ഒരു മുജാഹിദിന്റെ പേര് ഷഫീഖ് എന്നാണ് വിചാരിക്കുക. ഷഫീഖെ, നിങ്ങൾ ഈ പറയുന്ന ഈ കാര്യം തന്നെ ഇത് എവിടെയെങ്കിലും എഴുതി വെച്ചതായിട്ട് ഖുർആനിലോ ഹദീസിലോ ഏതെങ്കിലും കിതാബിലോ ഉണ്ടോ? ഇല്ല എന്ന് ഇതിൽ നിങ്ങൾ തന്നെ എഴുതിയിട്ടുണ്ടല്ലോ. കണ്ടോ? കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമെന്നും അഭൗതികമെന്നും കഴിവിനതീതമെന്നും അദൃശ്യമാർഗമെന്നുമെല്ലാം ആരാധനയുടെ സത്തയായ പ്രാർത്ഥനയുടെ നിർവചനം വിശദീകരിക്കപ്പെട്ടത്. ആ വിശദീകരണം വിശുദ്ധ ഖുർആനോ പ്രവാചകനോ പറഞ്ഞതല്ല. മുജാഹിദുകൾ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിശദീകരണം വിശുദ്ധ ഖുർആനോ പ്രവാചകനോ പറഞ്ഞതല്ല. നാം മുജാഹിദുകൾ ആവിഷ്കരിച്ചെടുത്ത ഒരു വിശദീകരണം മാത്രമാണത്. അപ്പൊ ഇത് കള്ളവാദമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് അങ്ങനെ ഒരു അർത്ഥം ഇവിടെ പ്രസംഗിച്ചു പോയ ആ മനുഷ്യന്റെ പ്രസംഗത്തിലുടനീളം അയാൾ കൊണ്ടുവന്നത് കള്ളവാദമാണ്. അത് ഖുർആനിലില്ല, ഒരു ഗ്രന്ഥത്തിലുമില്ല. മുജാഹിദുകൾ ദീനിന്റെ പേരിൽ കടത്തിക്കൂട്ടിയ കള്ളവാദമാണ്. ഞാൻ വിമർശിക്കുകയല്ല, ആക്ഷേപിക്കുകയല്ല, കൂടുതൽ സംസാരിക്കുന്നുമില്ല. കാരണം വിഷയാവതരണത്തിന്റെ വിശാലമായ നിർവഹണത്തിന് വേണ്ടി ബഹുമാനായ സമസ്ത കേരള സുന്നി ഫെഡറേഷന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുസ്തഫ അഷ്റഫി ഉസ്താദ് ഇവിടെ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞു. അൽഹംദുലില്ലാ. അപ്പോ ഇത് കള്ളമാണ്. അപ്പൊ അദ്ദേഹം ഇവിടെ പ്രസംഗിച്ചപ്പോ പറഞ്ഞത് ഞങ്ങളെ പുത്തൻവാദികളായിട്ടാണ് കാണുന്നത്. ഇത് ഈ സമൂഹം ഇങ്ങനെ കാണാൻ പാടില്ല എന്നാണ് അവർ പറഞ്ഞത്. ഇനി നമ്മൾ പറഞ്ഞത് നമ്മൾ കാണാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ? ഇപ്പൊ ഒരാൾ ഇവിടെ വന്നിട്ട് തുണി കഴിച്ചിട്ട് നിന്നു. എന്റെ പ്രിയപ്പെട്ട സദസ്സൊന്ന് മനസ്സിലാക്കണം. ഒരാളിപ്പോ ഈ കസേരയിൽ വന്നിട്ട് തുണി കഴിച്ചിട്ട് നിന്ന് വിചാരിക്കുക. അപ്പൊ അയാൾ തുണി കഴിച്ചിട്ട് നോക്കുമ്പോ ആൾക്കാർ മുഴുവൻ അത് കാണൂലേ? അപ്പൊ അയാൾ വരെ കാണാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അയാൾ തുണി എടുത്ത് വരിക എന്നല്ലാതെ. അപ്പൊ എന്നതുപോലെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിന്നെ രണ്ടാമതായിട്ട് ഇയാളുടെ പ്രശ്നം എന്താ വെച്ചാല്, ഇയാളുടെ പ്രസംഗത്തിന്റെ പ്രശ്നം മുഹമ്മദുർ റസൂലുള്ളാഹ് അല്ലേ? ഖുർആൻ പറഞ്ഞില്ലേ, മുഹമ്മദുർ റസൂലുള്ളാഹി വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാരി റുഹമാഉ ബൈനഹും. മുഹമ്മദ് നബി അല്ലാഹുവിന്റെ റസൂലാണ്. എന്താണ് മുഹമ്മദിയ റിസാലത്തിന്റെ പ്രത്യേകത? എന്താണ്? 40 വയസ്സ് മുതൽ 63 വയസ്സ് വരേക്കുമുള്ള 23 കൊല്ലത്തെ ചുരുങ്ങിയ കാലയളവിനുള്ളിലുള്ള മുഹമ്മദ് നബിയുടെ വാക്കുകളും പ്രവർത്തനങ്ങളും നിർദ്ദേശങ്ങളും ചര്യകളും മാത്രമാണോ മുഹമ്മദുർ റസൂലുള്ളാഹ്? അതിനപ്പുറം ഒരു മുഹമ്മദുർ റസൂലുള്ളയില്ലേ? മുഹമ്മദ് റസൂലുള്ളാഹിന്റെ ജന്മത്തിന് പ്രത്യേകതയില്ലേ? മുഹമ്മദ് റസൂലുള്ളാഹിന്റെ സൃഷ്ടിപ്പിന് പ്രത്യേകതയില്ലേ? മുഹമ്മദ് റസൂലുള്ളാഹിന്റെ വ്യക്തിത്വത്തിന് പ്രത്യേകതയില്ലേ? മുഹമ്മദ് റസൂലുള്ളാഹിന്റെ ശരീരത്തിന് പ്രത്യേകതയില്ലേ? മുഹമ്മദ് റസൂലുള്ളാഹിന്റെ റൂഹിന് പ്രത്യേകതയില്ലേ? അല്ലേ? ഞാൻ ദീർഘിച്ചു പറയുന്നില്ല. ഇനി മുഹമ്മദ് റസൂലുള്ളാഹി 63 വയസ്സ് കഴിഞ്ഞതിന് ശേഷം വഫാത്തായതിനു ശേഷം മുഹമ്മദ് റസൂലുള്ളാഹിയും നമ്മളും തമ്മിൽ ഒരു കണക്ടിവിറ്റിയും ഇല്ല എന്നാണോ? ആണോ? ഇവിടെ പ്രസംഗിച്ചു പോയവന്റെ കാഴ്ചപ്പാടെന്താണ്? 40 വയസ്സുവരേക്കുമുള്ള മുഹമ്മദ് നബി എന്ന് പറയുന്നത് നമ്മളെപ്പോലത്തെ ഒരാള്. 63 വയസ്സിന് ശേഷം മരിച്ചുപോയ മുഹമ്മദ് നബി എന്ന് പറഞ്ഞാൽ അത് നമ്മളെപ്പോലത്തെ ഒരാള്.
പിന്നെ അതിനിടയിലുള്ള 40 മുതൽ 63 വയസ്സ് വരേക്കുമുള്ള 23 കൊല്ലത്തെ നബുവത്ത് റിസാലത്തിന്റെ ഔദ്യോഗിക ദൗത്യം എന്നതിൽ കവിഞ്ഞ ഒരു സവിശേഷതയും ഒരു പ്രത്യേകതയും മുഹമ്മദ് നബിക്കില്ല. അതുകൊണ്ടാണ് മരിച്ചുപോയ മുഹമ്മദ് നബിയുമായുള്ള നമ്മുടെ ആത്മീയമായ മാനസികമായ ആ കണക്ഷനെ തച്ചടക്കാൻ വേണ്ടി അദ്ദേഹം 1-2 മണിക്കൂർ അദ്ദേഹത്തിന്റെ ഊർജ്ജം ചെലവഴിച്ചത്. നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ, ഞാനൊരു ഒറ്റ ഹദീസ് നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. ആ ഹദീസിനെ സംബന്ധിച്ച് ആർക്കെങ്കിലും ഒരു സംശയമുണ്ടെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഉസ്താദുമാരോട് ചോദിക്കാം, എന്നോട് ചോദിക്കാം, അഷ്റഫിയോട് ചോദിക്കാം, അതുപോലെ മുദരിസിനോട് ചോദിക്കാം, സമസ്തയുടെ ആലിമീങ്ങളോട് ചോദിക്കാം, നിങ്ങൾക്ക് ആരോടും ചോദിക്കാം. കസേരയതാ വെറുതെ ഇരിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, ഇതെന്റെ മുഅ്മിനീങ്ങളെ മനസ്സിലാക്കണം. അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, ഹയാതീ ഖൈറുൽ ലക്കും, എന്റെ ജീവിതം നിങ്ങൾക്ക് ഉപകാരപ്രദമാണ്. അത് ശരി തന്നെയാണ്, ഇത് സംശയമില്ലല്ലോ. പിന്നെ പറയുകയാണ്, വഫാത്തി ഖൈറുൽ ലക്കും, ഞാൻ മരിച്ചാലും എന്നെ കൊണ്ട് നിങ്ങൾക്ക് ഉപകാരമുണ്ട് സഹാബിമാരെ. അപ്പൊ അതെങ്ങനെയെന്നൊരു സംശയമുണ്ട്. അപ്പൊ അതിന് മറുപടിയായിട്ട് ആ ഹദീസിന്റെ തൊട്ട് ഉടനെ തന്നെ അല്ലാഹുവിന്റെ റസൂൽ നിർത്താതെ പറയുകയാണ്, തുഅറദു അലയ്യ അഅമാലുക്കും, നിങ്ങളുടെ കർമ്മങ്ങളെല്ലാം ഞാൻ മരിച്ചാലും എനിക്ക് വെളിവാക്കപ്പെടും. കാച്ചിനിക്കാട്ടുകാർ ഇവിടെ ഒരുമിച്ച് കൂടിക്കൊണ്ട് മുഅ്മിനീങ്ങളുടെ ഈ സംഗമം, ഈ സമ്മേളനം, ഇത് അല്ലാഹുവിന്റെ റസൂലിന് വെളിവാക്കപ്പെടും. തുഅറദു അലയ്യ അഅമാലുക്കും, നിങ്ങളുടെ അമലുകളെല്ലാം എനിക്ക് വെളിവാക്കപ്പെടും. എന്തിന് വെളിവാക്കപ്പെടും? ഫൈൻ കാന ഖൈറ, ആ അമലുകൾ നല്ല പ്രവർത്തനങ്ങളാണെങ്കിൽ ഹമിദുല്ലാഹ്, ഞാൻ സന്തോഷം കൊണ്ട് അല്ലാഹുവിലേക്ക് സ്തുതി കീർത്തനം ചെയ്യും. ഫൈൻ കാന ഗൈറ ദാലിക, അല്ല അത് തിന്മയുടെ പ്രവർത്തനങ്ങളാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഇസ്തഗ്ഫറുല്ലാഹ ലക്കും, ഞാൻ അല്ലാഹുവിനോട് നിങ്ങൾക്ക് വേണ്ടി മാപ്പ് ചോദിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. അപ്പോഴാണ് മൗലവിക്കൊരു സംശയം. ഇവിടെ പ്രസംഗിച്ച സംശയം ഞാൻ പറയാൻ പോവുകയാണ്. എന്താണെന്നറിയോ? അബൂ ത്വാലിബ് റസൂലുള്ളാഹിന്റെ എളാപ്പല്ലേ, പിതൃവ്യനല്ലേ? ആ അബൂ ത്വാലിബ് മരിക്കാൻ പോവുകയാണ്. നബിനെ കൊണ്ട് വിശ്വസിച്ചിട്ടില്ല അല്ലേ? നബിയെ കൊണ്ട് വിശ്വസിച്ചിരുന്നില്ല. അപ്പൊ അബൂ ത്വാലിബ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹിൽ വിശ്വസിക്കാതെ മരിച്ചു പോകുന്നൊരു ഘട്ടം. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ വേണ്ടി റസൂലുള്ളാഹി ചൊല്ലിക്കൊടുക്കുകയാണ്. പക്ഷെ അബൂ ത്വാലിബ് അത് തിരസ്കരിച്ചു. അങ്ങനെ തിരസ്കരിച്ചു അബൂ ത്വാലിബിന് രക്ഷയില്ല. ഹദീസിൽ പറയുകയാണ് അബൂ ത്വാലിബ് നരകത്തിലാണ്. പക്ഷേ സാധാരണ കാഫിരീങ്ങളെ പോലെയല്ല, നരകത്തിന്റെ അടിത്തട്ടിലല്ല, നരകത്തിന്റെ ഒരു ചെരുവിലായിട്ടാണ് അബൂ ത്വാലിബ് ഉള്ളത് എന്ന് മുഹമ്മദ് മുസ്തഫ. എന്താ സലാത്തല്ലാത്തത്? മുഹമ്മദുർ റസൂലുള്ളാഹി. മുജാഹിദിന്റെ പ്രസംഗം കേട്ടെങ്കിലും സലാത്തൊക്കെ മറന്നോ? അങ്ങനെ മറക്കുന്ന ആൾക്കാരല്ല നമ്മള്. സലാത്ത് നമുക്ക് ഇൻഷാ അല്ലാഹ് പറയാം. അപ്പോ എന്താണ് ഇവിടെ അബൂ ത്വാലിബിന് റസൂലുള്ളാഹി ശഫാഅത്ത് ചെയ്തിട്ട് വല്ലതും കിട്ടിയോന്ന് അയാളെ ചോദ്യം. എന്നാ അയാൾക്ക് കേട്ട മറുപടി കാഫിരീങ്ങളെ പറ്റി എന്താ ഖുർആൻ പറഞ്ഞത്? ലാ യുഖഫഫു അൻഹുമുൽ അദാബ്, കാഫിരീങ്ങൾക്ക് ശിക്ഷയിൽ ലഘൂകരണമില്ല, കാഫിരീങ്ങൾക്ക് ശഫാഅത്ത് ചെയ്യലില്ല. മുശ്രിക്കീങ്ങൾക്കും കാഫിരീങ്ങൾക്കും ശഫാഅത്ത് ചെയ്തുകൊണ്ട് അവരെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ അമ്പിയാക്കൾക്ക് അനുവാദം ഇല്ല, ഔലിയാക്കൾക്ക് അനുമതിയില്ല, സാലിഹീങ്ങൾക്ക് അനുവാദമില്ല, മുസ്ലിമീങ്ങൾക്ക് അനുവാദമില്ല. അതേസമയത്ത് ഒരാൾ മുസ്ലിമായിട്ടാണ് മരിച്ചുപോയതെങ്കിലോ അയാൾ എത്ര കള്ളുകുടിയനാണെങ്കിലും പെണ്ണുപിടിയനാണെങ്കിലും വ്യഭിചാരിയാണെങ്കിലും തോന്നിവാസക്കാരനാണെങ്കിലും, പക്ഷേ അല്ലാഹുവിനെ ഭയപ്പെട്ടു, അവന്റെ റസൂലിനെ വിശ്വസിച്ചു, മലക്കുകളിലുള്ള വിശ്വാസം കൃത്യമാക്കി, പരലോക വിശ്വാസം കൃത്യമാക്കി, മരണാനന്തര വിശ്വാസം കൃത്യമാക്കി, എന്നാൽ ശഫാഅത്തി ലിഅഹ്ലിൽ കബാഇരി മിൻ ഉമ്മത്തി, എന്റെ ശഫാഅത്ത് എത്ര വൻദോഷികളായാലും ഈ മുസ്ലിമാണെങ്കിൽ അവർക്കെല്ലാവർക്കും എന്റെ ശഫാഅത്ത് ഉണ്ടാകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അപ്പൊ എല്ലാവരും അബൂ ത്വാലിബിന്റെ മാതിരിയാന്ന് ഇവരെ വിചാരം. അപ്പൊ ഇയാൾക്ക് റസൂലുള്ളാഹി ആരാന്ന് മനസ്സിലായിട്ടില്ല. പിന്നെ ഇയാള് ഇവിടെ ഒരു തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്.
എല്ലാ പ്രവാചകന്മാർക്കും ശഫാഅത്തിന്റെ അവകാശമുണ്ട്. പക്ഷേ അവരൊക്കെ ആ ശഫാഅത്തിന്റെ പ്രാർത്ഥന ദുന്യാവിൽ തന്നെ നിർവഹിച്ചു. ഞാനാണെങ്കിലോ എന്റെ ശഫാഅത്ത് പരലോകത്തേക്ക് നീട്ടിവെച്ചിരിക്കുന്നു. അതുകൊണ്ട് ശഫാഅത്ത് പരലോകത്ത് മാത്രമേ ഉണ്ടാകൂ. എന്ത് പൊട്ടപ്പോയത്താണ് ഈ പറയുന്നത്? വിവരം, ഒരു മനുഷ്യന്റെ വിവരം അളക്കപ്പെടൂല എങ്ങനെയൊക്കെ പരസ്യമായിട്ട് പ്രസംഗിച്ചാൽ അല്ലേ? ഒരു എഞ്ചിനീയറിംഗ് അറിയാത്തൊരു മനുഷ്യൻ വീടിന് പ്ലാൻ വരക്കാൻ പറ്റുമോ? രോഗചികിത്സ അറിയാത്ത ഒരാൾ ഡോക്ടറാവാൻ പറ്റുമോ? ദീനറിയാത്ത ഒരാൾ ദീൻ വഴന്നു പറയാൻ പറ്റുമോ? ഏറ്റവും ചുരുങ്ങി ഞാനൊരു സിമ്പിൾ ഹദീസ് പറയാം. അല്ലാഹുവിന്റെ റസൂൽ റിയാദുസ് സ്വാലിഹിലൊക്കെ ഉള്ള ഹദീസാണ്, ചെറിയ കുട്ടികൾ ഓതുന്ന ഹദീസാണ്. എന്താ? ഒരാൾ മരിച്ചാൽ ആ മയ്യത്തിന്റെ മേൽ 40 ആളുകൾ മയ്യത്ത് നിസ്കരിച്ചാൽ, മറ്റൊരു റിപ്പോർട്ട് പ്രകാരം 100 ആളുകൾ മയ്യത്ത് നിസ്കരിച്ചാൽ അല്ലാഹു അവരുടെ ശഫാഅത്ത് സ്വീകരിക്കുന്നതാണ്. മുഹമ്മദ് മുസ്തഫ. അപ്പോ നമ്മക്കും അങ്ങോട്ടും ഞാൻ നിങ്ങൾക്ക് ശഫാഅത്ത് ചെയ്യും, നിങ്ങൾ എനിക്ക് ശഫാഅത്ത് ചെയ്യും. മുസ്ലിമീങ്ങൾ തമ്മിൽ ദുനിയാവിൽ ശഫാഅത്ത് ഉണ്ട്, ദുനിയാവിന് ശഫാഅത്ത് ഇല്ല എന്ന ഈ വഹാബിയുടെ വിശ്വാസം പച്ച പൊള്ള തെറ്റാണ്. ഖുർആനിന് വിരുദ്ധമാണ്, ഹദീസിനെതിരാണത്, മുസ്ലിമീങ്ങളുടെ ഇജ്മാഇനെതിരാണത്, സാധാരണക്കാർക്ക് പോലും അറിയുന്ന മസ്അലക്ക് വിരുദ്ധമാണത്, ഔപചാരികമായ വിദ്യാഭ്യാസമില്ലാത്തവർക്ക് പോലും അറിയപ്പെട്ട കാര്യത്തിന് വിരുദ്ധമാണത്. മനസ്സിലായി? അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് അട്ടിമറിച്ചു, മുഹമ്മദുർ റസൂലുള്ളാഹി അട്ടിമറിച്ചു. 63 വയസ്സിന് ശേഷം മരിച്ചു കിടക്കുന്ന റസൂലുള്ള പറയുകയാണ്, ഞാൻ ജീവിച്ചിരിപ്പുള്ളപ്പോ മാത്രമല്ല എന്നെ കൊണ്ട് നിങ്ങൾക്ക് ഉപകാരമുള്ളത്, എന്റെ മരണശേഷവും എന്നെ കൊണ്ട് നിങ്ങൾക്ക് നേട്ടമുണ്ട്. ജീവിച്ചിരിപ്പുള്ള നമുക്ക് നേട്ടമുണ്ട്, മരിച്ചാൽ ജീർണിച്ചുപോയി. അല്ലാഹുവിന്റെ റസൂല് മരിച്ചുപോയി, അവിടെ മരിച്ചു ജീർണിത അവസ്ഥയിൽ കിടക്കുകയാണ്. ഇനി പരലോകത്തേക്കുള്ള ഖിയാമത്ത് നാളിന്റെ ശബ്ദം, ആ വിളിക്കുത്തരം ചെയ്തുകൊണ്ടുള്ള പുനർജന്മം മാത്രമേ റസൂലിനുള്ളൂ എന്നുള്ള ഇസ്ലാമിക വിരുദ്ധ വിശ്വാസം. ഞാൻ ഒരൊറ്റ ഹദീസ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഹയാത്തുൽ അംബിയ എന്ന ഗ്രന്ഥത്തിൽ 1-ാമത്തെ ഹദീസായി അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ പറയുകയാണ്, എന്താ പറയുന്നത്? അൽ അംബിയാഉ അഹിയാഉ ഫീ ഖുബൂരിഹിം യുസല്ലൂൻ. അംബിയാക്കൾ അവരുടെ ഖബറുകളിൽ ജീവനുള്ളവരാണ്. അവർ പിന്നെന്താ? ജീവിച്ചിട്ട് ജീവനുള്ളവരാണ്. അവരെ ജീവനോടുകൂടി ഇങ്ങനെ വെറുതെ ഇരിക്കുകയാണ് വിചാരം? അല്ല, അല്ല. ചിന്തിച്ചോ, ആലോചിച്ചോ, ജിന്നിനോട് പ്രവർത്തിക്കുന്നത് ശിർക്കല്ലെന്ന് പറയുന്ന മൗലവി ആലോചിച്ചോ, അവർക്ക് ഏർപ്പാടുണ്ട്. അവരെ ഖബറിൽ നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് മുഹമ്മദ് മുസ്തഫ. ഹദീസിന് തകരാറുണ്ടെങ്കിൽ ചോദിച്ചോട്ടെ. മൂല്യര് ആ പറഞ്ഞത് ശരിയല്ല, അത് ശരിയല്ല, അത് ഞങ്ങളെ കബളിപ്പിച്ചതാണെന്ന് ആർക്കും അഭിപ്രായം നിങ്ങൾ ചോദിച്ചോളൂ. ഇതാ പണ്ഡിതന്മാരോടെ ഇരിക്കുന്നു, ചോദിച്ചോളൂ എന്ന് പറയുമ്പോൾ ഞാൻ എല്ലാത്തിനും തേന്നോണ്ടാണെന്നല്ല ഈ പറയുന്നത്, എല്ലാ വിഷയം അറിവുള്ളവനാണെന്ന് പറയുന്നില്ല. പക്ഷെ എനിക്കൊരു ധൈര്യമുണ്ട്, അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞു തരാൻ കെൽപ്പുള്ള ജനങ്ങൾ അംഗീകരിക്കുന്ന ആലിമീങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്, നമ്മുടെ മുമ്പിലുണ്ട്. ആ ഒരു ധൈര്യത്തിലായി പറയും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് തെറ്റായ ഈ അർത്ഥത്തിന്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹം പറയുകയാണ്. എന്താ പറയുന്നത് എന്നറിയോ? മക്കത്തെ മുശ്രിക്കീങ്ങളെ മാതിരിയാണത്രേ കേരളത്തിലെ മുസ്ലിമീങ്ങൾ. മക്കത്തെ മുശ്രിക്കീങ്ങൾ ആരാ? 1-ാമത്തെ മുശ്രിക്കിന്റെ പേര് നിങ്ങൾ ചിന്തിക്കൂ. ബദർ യുദ്ധത്തിന്റെ കാരണക്കാരനായി നബിക്കു നേരെ കൊലവിളി നടത്തിയ അബൂജഹൽ ലഅനത്തുല്ലാഹി അലൈഹി അല്ലേ 1-ാം മുശ്രിക്? എന്താ അവന്റെ കാഴ്ചപ്പാട്? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് പറഞ്ഞതിന്റെ പേരിൽ കഅബാലയത്തിന്റെ പരിസരത്തിൽ സുജൂദിൽ കിടക്കുന്ന പുന്നാര നബിയുടെ തിരുശരീരത്തിലേക്ക് ഒട്ടകത്തിന്റെ ചീരളിന്റെ കുടൽമാല ഇട്ടുകൊണ്ട് റസൂലുള്ളാഹിനെ എഴുന്നേൽക്കാൻ കഴിയാതെ ശ്വാസം മുട്ടിച്ചുകൊണ്ട് കൊല നടത്താൻ വേണ്ടി നേതൃത്വം വഹിച്ചവൻ. അല്ലേ? ലാ ഇലാഹ ഇല്ലല്ലാഹിനോട് അത്ര വെറുപ്പായിരുന്നു അവർക്ക്. അപ്പൊ നമ്മളെ പള്ളിയിൽ നിന്ന് ലാ ഇലാഹ എന്ന് കേട്ടപ്പോ നിങ്ങൾ എന്താ കാട്ടിയത്? നിങ്ങളെന്ത് ചവിടടക്കുക ചെയ്തത്? അതെനിക്ക് കേൾക്കാനാവൂല എന്ന് പറഞ്ഞിട്ട് ചെവി അടക്കുകയാണോ നിങ്ങൾ ചെയ്തത്? അതോ ചെവി തുറന്നു വെക്കുകയാണോ ചെയ്തത്? നിങ്ങൾ ചെവി തുറന്നു വെക്കുകയല്ലേ ചെയ്തത്?
എന്നാൽ മുശ്രിക്കുകൾ അവർ ചെവി അടച്ചു വെക്കുകയാണ് ചെയ്തത്. അല്ലേ? സുമ്മും ബുക്കുമുൻ ഉംയുൻ ഫഹും ലാ യുഅ്മിനൂൻ. അവർ ചെവിവട്ടന്മാരാവുകയാണ് ചെയ്തത്. അവർ അന്ധന്മാരായി മാറുകയാണുണ്ടായത്. അവർ ബധിരന്മാരായി തീരുകയാണുണ്ടായത്. അവർ അവിശ്വാസത്തിൽ അടിയുറക്കുകയാണുണ്ടായത്. അവർ ലാ ഇലാഹ ഇല്ലല്ലാഹയെ തള്ളിക്കളയുകയാണുണ്ടായത്. അവർ മുഹമ്മദുർ റസൂലുള്ളാഹിയെ നിരാകരിക്കുകയാണുണ്ടായത്. പിന്നെന്താ അവർ ചെയ്തത്? മഹാന്മാരെ സഹായത്തിന് വിളിച്ചു എന്നോ? ഇബ്രാഹിം നബിയെ സഹായത്തിന് വിളിച്ചു എന്നാ അവർ ചെയ്തത്? ഈ മഞ്ചേരിക്കടുത്ത് ഒരു അറിയപ്പെട്ട മുജാഹിദുണ്ട്. അയാളൊരു സംശയം ഇങ്ങനെ ചോദിച്ചു നടക്കുന്ന ഒരാളാണ്. അങ്ങനെ എന്റെ അടുത്ത് വന്നു അയാൾ. ഞാൻ ജോലി ചെയ്യുന്ന പള്ളിയിൽ വന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഈ അബൂജഹലും ഉത്ബത്തും ശൈബത്തൊക്കെ മുശ്രിക്കായി ഈ ഖബറിങ്ങൾ നിങ്ങൾ കാട്ടണമാതിരി മമ്പുറത്തെ തങ്ങളെ എന്റെ കാര്യം എനിക്കൊന്ന് ശഫാഅത്ത് ചെയ്യണേ, ഈ പണി നടത്തിയതുകൊണ്ടല്ലേ എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, അബൂജഹൽ ഒരു പ്രവാചകന്റെ ഖബറിങ്ങ പോയിട്ട്, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ, ഒരു സ്വാലിഹായ വ്യക്തിയുടെ ഖബറിങ്ങ പോയിട്ട് എനിക്ക് വേണ്ടി ഒന്ന് ശഫാഅത്ത് ചെയ്യണേ എന്ന് പറഞ്ഞതിന്റെ പേരിലാണ് മുശ്രിക്കായത് എന്ന് നിങ്ങൾ ഖുർആന്റെ ഒരു ആയത്തിൽ കൊണ്ട് എനിക്ക് പറഞ്ഞു തരുമെന്ന് ചോദിച്ചു. അല്ലെങ്കിൽ ഒരു ഹദീസ് കൊണ്ട് പറഞ്ഞാലും മതി. പോട്ടെ, ഏതെങ്കിലും ഒരു ഇമാമിന്റെ കിതാബ് നിങ്ങൾ എടുത്ത് കാണിച്ചു തരും. നിങ്ങളെ സ്വന്തം തൊള്ളപ്പെട്ട് എനിക്ക് ആവശ്യമില്ല. അദ്ദേഹം ഒന്നിങ്ങനെ കണ്ണടച്ചു ധ്യാനിച്ചു. എന്നോട് പറഞ്ഞു, ഞാൻ കണ്ടിട്ടില്ല ഉസ്താദേ എന്ന് പറഞ്ഞു. പിന്നെ എന്തിനാണ് ഇയാൾ മുജാഹിദായത്? അതാണ് വിവരമില്ലായ്മ ചിലരെ മുജാഹിദാക്കുന്നു. വിവരമില്ല എന്ന വിവരമില്ലായ്മ അവരെ മുജാഹിദാക്കിക്കൊണ്ടിരിക്കുകയാണ്. വിവരമില്ല എന്ന വിവരമുണ്ടായാൽ അവർ മുജാഹിദാകില്ല. വിവരമില്ല, അറിവില്ല, തെളിവില്ല എന്ന അറിവില്ലായ്മയാണ്. സകല മുജാഹിദിന്റെ പ്രവർത്തകന്മാർ സാധുക്കളാണവർ, പാവങ്ങളാണവർ. ഒരുപക്ഷേ നിഷ്കളങ്കരായിരിക്കും, സത്യം അതിന്റെ കൂടെയാണെന്ന് തെറ്റിദ്ധരിച്ചവരായിരിക്കും, മൗലവിയുടെ പ്രസംഗത്തിൽ പെട്ടുപോയവരായിരിക്കും, ഏതോ സേവ കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ മനസ്സ് മറിഞ്ഞു പോയതായിരിക്കും. അല്ലാഹു അവരുടെ ഖൽബുകൾക്ക് ഹിദായത്തിന്റെ വെളിച്ചം കൊടുക്കട്ടെ. നമുക്ക് ദ്വാരക്കാൻ ഇതെവിടെയില്ല. അതേ സമയത്ത് നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ, മക്കത്തെ മുശ്രിക്കുകൾ എന്തുകൊണ്ടാണ് മുശ്രിക്കായത്? എന്തുകൊണ്ടാ? മമ്പുറത്ത് പോയതുകൊണ്ടാ? അല്ല. സൂറത്ത് യാസീൻ അറിയാത്ത ആളുകൾ ആരെങ്കിലും ഈ സാസിലുണ്ടോ? ഇല്ലല്ലോ. സൂറത്ത് യാസീന്റെ അവസാനം പറയുന്നുണ്ട് എന്തുകൊണ്ടാ അവർ മുശ്രിക്കായത് എന്ന് വളരെ വ്യക്തമായിട്ട് ഏതൊരു സാധാരണക്കാരനും അറിയാവുന്ന, മനസ്സിലാക്കാവുന്ന വിധത്തിൽ ഖുർആൻ അത് പഠിപ്പിച്ചിട്ടുണ്ട്. എന്താ ഖുർആൻ പറയുന്നത് അറിയോ? വത്തഖദൂ മിൻ ദൂനില്ലാഹി ആലിഹതൻ. അതാ പ്രശ്നം. അല്ലാഹു മാത്രമേ ഇലാഹുള്ളൂ എന്ന് മുഹമ്മദ് നബി പറഞ്ഞപ്പോ അല്ല, ഒരുപാട് ഇലാഹുമാർ ഉണ്ട്. ഒരുപാട് ഇലാഹുമാരുണ്ട്, ദൈവങ്ങളുണ്ട്, റബ്ബുമാരുണ്ട്. അതല്ലേ യൂസുഫ് നബി അലൈഹി ഇസ്ലാം ജയിലിൽ കിടക്കുമ്പോ ചോദിച്ചത്? എന്താ ചോദിച്ചത്? അർബാബുൻ മുതഫർരിഖൂന ഖൈറൻ വമില്ലാഹി വാഹിദുൽ ഖഹാർ. ഒരു റബ്ബ് പോരെ നമുക്ക്? എന്തിനാണ് മുശ്രിക്കീങ്ങളെ നിങ്ങൾ ഒരുപാട് റബ്ബുമാരെ, ദൈവങ്ങളെ പൂജിക്കുന്നത്? അപ്പൊ ദൈവങ്ങളെ പൂജിക്കുക, റബ്ബുമാരെ വരിക്കുക, റബ്ബിന്റെ മുമ്പിൽ പ്രണാമമർപ്പിക്കുക. അല്ലേ? അപ്പൊ ഇവിടെ പ്രസംഗിച്ചോൻ പറയാണ്, നമ്മൾ ഈ നേർച്ച, നമ്മളിപ്പോ റബീഉൽ അവ്വലിന് റസൂലുള്ളാഹിനെ നേർച്ച ഉണ്ടാക്കും, അല്ലേ? റബീഉൽ ആഖിറിനോ മുഹ്യിദ്ദീൻ തങ്ങളെ നേർച്ച ഉണ്ടാക്കും. റമദാനിലോ ബദരീങ്ങളെ നേർച്ച ഉണ്ടാക്കും. റമദാനിൽ ബദരീങ്ങളെ നേർച്ച ഉണ്ടാക്കുന്നതും, അതുപോലെ റബീഉൽ അവ്വലിൽ മുഹ്യിദ്ദീൻ തങ്ങളെ നേർച്ച ഉണ്ടാക്കുന്നതും, റസൂലുള്ളാഹിനെ നേർച്ച ഉണ്ടാക്കുന്നതും, റബീഉൽ ആഖിറിൽ മുഹ്യിദ്ദീൻ തങ്ങളെ നേർച്ച ഉണ്ടാക്കുന്നതൊക്കെ അവരെ പൂജിക്കല. എന്നാ കേട്ടോ, അങ്ങനെയല്ല. ഒരു മൃഗത്തെ അറുക്കുന്നുണ്ടെങ്കിൽ അറിവ് അല്ലാഹുവിനാണ്, അറിവെന്ന ആരാധന അല്ലാഹുവിനാണ്. അതിന്റെ പുണ്യം അല്ലാഹ്ക്കല്ല, അല്ലാഹ്ക്ക് അതിന്റെ പുണ്യം വേണ്ടോ? അല്ലാഹ്ക്ക് മുജാഹിദിന്റെ പുണ്യം വേണോ? അല്ലാഹ്ക്ക് എന്തേലും വേണോ? അതിന്റെ പുണ്യം ആർക്കാണ്? അത് റസൂലുള്ളാഹിക്കാണ്. അതിന്റെ പുണ്യം ആർക്കാണ്? അത് മുഹ്യിദ്ദീൻ തങ്ങൾക്കാണ്. അതിന്റെ പുണ്യം ആർക്കാണ്? അത് ബദരീങ്ങൾക്കാണ്. ഇതിനെവിടെ ആരാധന വരുന്നത്? ആരാധന അല്ലാഹുവിന്, പ്രതിഫലം മഹാത്മാവിന്. അതാ നമ്മുടെ മുദ്രാവാക്യം. ഈ മുദ്രാവാക്യത്തിൽ എവിടെയാണ് ഖുർആനിന് വിരുദ്ധമുള്ളത്?
ഈ മുദ്രാവാക്യത്തിന് എവിടെയാ ഹദീസിന് വിരുദ്ധമുള്ളത്? അല്ലാഹുവിന്റെ റസൂല് ഉദ്ഹിയത്ത് അർത്ഥം എന്താ പറഞ്ഞത്? അല്ലാഹുമ്മ അൻ മുഹമ്മദിൻ വ ആലി മുഹമ്മദിൻ. അബൂദാവൂദിൽ, സുനൻ അബൂദാവൂദിൽ കാണാം. അല്ലാഹുവേ, ഇത് ഉദ്ഹിയത്ത്, അറിവ്, ആരാധന, ബലികർമ്മം, അത് നിനക്കാണ്. ബലികർമ്മം നിനക്കാണ്. ഇന്ന സ്വലാത്തി വനുസുകി വമഹിയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്റെ നിസ്കാരം, എന്റെ ബലിദാനം, എന്റെ ജീവിതം, എന്റെ മരണമെല്ലാം അല്ലാഹുവിനുള്ളതാണ്. പക്ഷെ കൂലിയോ? اللهم تقبل عن محمد وآل محمد وأمة محمد. അല്ലാഹുവേ, ഇതിന്റെ കൂലി മുഹമ്മദ് നബിക്ക് തരേണമേ. അല്ലാഹുവേ, ഇതിന്റെ കൂലി മുഹമ്മദ് നബിയുടെ കുടുംബത്തിന് നൽകണമേ. അല്ലാഹുവേ, ഇതിന്റെ കൂലി ഈ ഉമ്മത്തിന് കൊടുക്കണമേ. അതന്നല്ലേ നേർച്ച. അപ്പൊ റബീഉൽ അവ്വലിൽ 12 ഒരു പോത്തിനെ അർത്താൽ അറിവ് അല്ലാഹുവിന്റെ നാമത്തിൽ, സമർപ്പണം അല്ലാഹുവിന്, പ്രതിഫലം റസൂലുള്ളാഹിക്ക്. റബീഉൽ ആഖിറിൽ ഒരു പോത്തിനർത്താല് സമർപ്പണം അല്ലാഹുവിന്, പ്രതിഫലം മുഹിയുദ്ദീൻ തങ്ങൾക്ക്. റമദാൻ 17 ഒരു കന്നിനെ അർത്താൽ സമർപ്പണം അല്ലാഹുവിന്, പ്രതിഫലം ബദരീങ്ങൾക്ക്. എന്തായി മൗലവിമാർക്ക് ഇത് മനസ്സിലാവാത്തത്? തലയിലൊന്നുമില്ലേ? ഞാനീ പറഞ്ഞത് മനസ്സിലാവാത്ത ഏതെങ്കിലും സാധാരണക്കാരനത് പറഞ്ഞോ? ഞാനിപ്പോ ഈ പറഞ്ഞ കാര്യം മനസ്സിലാവാത്തവരാരെങ്കിലും ഉണ്ടോ നിങ്ങളുടെ കൂട്ടത്തിൽ? എന്താ ഇവർക്കിത് മനസ്സിലാവാത്തത്? എത്രയെത്ര വേദികളിൽ, എത്രയെത്ര സംവാദങ്ങളിൽ, എത്രയെത്ര ഖണ്ഡനങ്ങളിൽ നമ്മുടെ ആലിമീങ്ങൾ ഇത് പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. പക്ഷെ എന്നിട്ടും എന്താ അവരുൾക്കൊള്ളാത്തതെന്ന ചോദ്യത്തിന് അല്ലാഹുവിന്റെ മറുപടി എന്താണ്? സുമ്മുൻ ബുക്മുൻ ഉംയുൻ ഫഹും ലാ യുഅ്മിനൂൻ. ചെവിപൊട്ടന്മാര് പറഞ്ഞാ കേൾക്കൂല, കണ്ണുപൊട്ടന്മാർ കാണിച്ചു കൊടുത്താ കാണൂല, ബധിരന്മാർ മിണ്ടൂല, അവര് വിശ്വസിക്കൂല, അവരംഗീകരിക്കൂല എന്ന് ഖുർആൻ അടിക്കടി ഉണർത്തിക്കൊണ്ടിരുന്ന അതേ ആശയം ഇവന്മാരിൽ സാർത്ഥകമാകുകയാണ്, ഇവന്മാരിൽ വാസ്തവമാകുകയാണ്. അപ്പൊ നേർച്ചന്റെ കാര്യം അപ്പൊ ഇവിടെ ഒന്ന് പറഞ്ഞത്. പിന്നെ പറഞ്ഞത് എന്താണ്? എന്താ പറഞ്ഞത്? പാല് കാച്ചണൊക്കെ ഇവിടെ വന്ന് പറയുന്നുണ്ട്. ഈ കാച്ചും കാട്ടേർക്ക് നിസ്കാരമില്ല, നോൽമ്പുമില്ല, ബാങ്ക് കൊടുത്താൽ എന്താ കാട്ടേണ്ടതെന്നും അറിയില്ല. ആകെ അറിയാ കുടിരിക്കലിന് പാല് കാച്ചണ. എന്നിട്ട് ഇയാളിങ്ങനെ പറഞ്ഞുണ്ടാക്കുകയാണ്, ഈ പാല് എന്ന് പറഞ്ഞാൽ പശുവിന്റെ പാല്. ഇപ്പത്തെ കാലത്ത് പശു എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഓടുമല്ലോ. പശു എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അതൊരു വൈകാരിക വിഷയമാണ്. അപ്പൊ പശുവിന്റെ പാല് കൊണ്ട് കാച്ചാൻ വേണ്ടി ഉസ്താദിനെ ഇങ്ങനെ വിളിച്ചു വരുത്തും. എന്നിട്ട് ഉസ്താദ് ഇങ്ങനെ കാച്ചി കൊടുക്കും. അപ്പൊ ഈ പശുവിന്റെ പാല് എന്ന് പറഞ്ഞാൽ, പശു എന്ന് പറഞ്ഞാൽ ആരാ? ഹിന്ദുക്കളുടെ ദൈവം. അല്ലാ, പശു ഹിന്ദുക്കളുടെ ദൈവമായതുകൊണ്ട് ഈ പാല് നമ്മൾ കാച്ചാൻ പാടില്ല. എന്തായി? പശു ഹിന്ദുക്കളെ ദൈവമായതുകൊണ്ട് ഈ പാല് നമ്മൾ കാച്ചാൻ പാടില്ല. വർഗീയതയല്ലേ സഹോദരാജ് പറഞ്ഞത്? കടുത്ത അസബീയത്തല്ലേ അത്? പശു അവരുടെ ദൈവമായതുകൊണ്ട് നമ്മൾ പശുവിന്റെ ചാണകം ഉപയോഗിച്ചു കാണ്ട് തെങ്ങിനിട്ട് കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എന്ത് വിഡ്ഢിത്താണ് ഈ പറയുന്നത്? ഇസ്ലാമിന്റെ പേരിലാണല്ലേ ഈ പറയുന്നത്? ഇസ്ലാമിന്റെ പേരും പറഞ്ഞ് സംഘടിപ്പിക്കപ്പെട്ട ഒരു സ്റ്റേജിൽ നിന്നുകൊണ്ടാണല്ലോ മൈക്കിയുടെ മുമ്പിലായിട്ട് പറയുന്നത്. നിങ്ങൾ നോക്കണം, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ മിഅ്റാജിന്റെ രാത്രിയിൽ ഇങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ കൂടെ പോകുമ്പോൾ 3 പാനീയങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ ജിബ്രീൽ അലൈഹിസ്സലാം കൊണ്ടുവന്നു. അതിലൊന്ന് കള്ളായിരുന്നു അല്ലേ, മറ്റേതില് വെള്ളമായിരുന്നു അല്ലേ, മറ്റേതില് പാലായിരുന്നു. നബിയെ ഇഷ്ടമുള്ളത് തെരഞ്ഞെടുക്കാം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പാല് തെരഞ്ഞെടുത്ത് കുടിച്ചു. അപ്പൊ എന്താ പറഞ്ഞത്? ശുദ്ധമായ പ്രകൃതത്തെ, കലർപ്പില്ലാത്ത പ്രകൃതത്തെ, പാല് കലർപ്പില്ലാത്ത പ്രകൃതമാണ്, പ്രകൃതി ശുദ്ധമായ പാനീയമാണ്, അതിനെയാണ് അന്ന് തിരഞ്ഞെടുത്തത് എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹിന്റെ ആ സെലക്ഷനെ ആവോളം വാനോളം പുകഴ്ത്തുകയാണ്. മഹാനായ നബി തങ്ങള്, മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം ചെയ്തത് അത് പശുവിന്റേതാണ്, അത് ഹിന്ദുക്കളുടെയാണ്, അത് അവരെ ആരാധിക്കുന്നതാണ്, അതിപ്പോ പറ്റൂല നബി എന്നാ പറഞ്ഞത്. ഏതായാലും നമ്മളെ വീട്ടിലേക്ക് അതിഥികൾ വരുമ്പോ, ഒരു വീട് ഉദ്ഘാടനത്തിന് നമ്മൾ അതിഥികളെ ക്ഷണിച്ചു, അവർക്ക് എന്തെങ്കിലും വെള്ളം കൊടുക്കണ്ടേ? അതിഥിയെ സൽക്കരിക്കണ്ടേ? അത് പിന്നെ ഹിന്ദുക്കൾ വിശ്വസിക്കുന്ന ആ വിശ്വാസം നമുക്കുണ്ടെങ്കിൽ ഓക്കെ.
അത് ദൈവമാണെന്നോ അല്ലെങ്കിൽ പശു മാതാവാണെന്നോ, പശു മാതാവാണെങ്കിൽ കാള പിന്നെ ആരാന്ന് ചോദിച്ചില്ലേ എന്നതുപോലെ പശു മാതാവാണെന്നും കാള പിതാവാണെന്നൊക്കെ നമുക്ക് വിശ്വാസമുണ്ടോ? ആ ഒരു വിശ്വാസത്തെ ചുറ്റിപ്പറ്റിക്കൊണ്ട് നിർവഹിക്കുന്ന ഒരു ആചാരമാണെങ്കിൽ വിമർശിക്കാം. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ ഒരു വിശ്വാസം, അങ്ങനെ തരിമ്പ് നമ്മുടെ മനസ്സിലുണ്ടോ? ഉണ്ടോ? പിന്നെ എന്തിനാണ് ഈ വിമർശനം? എന്തിനാണ് ഈ ആരോപണം? എന്തിനാണ് ഈ ആക്ഷേപം? നിങ്ങൾ മനസ്സിലാക്കേണ്ടതല്ലേ, ചിന്തിക്കേണ്ടതല്ലേ? അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോ പാല് എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ ഭാഷയിൽ പാല് എന്നുള്ളത് മാതാവല്ല. ഇസ്ലാമിന്റെ ഭാഷയിൽ പാല് എന്നത് അൽ ഫിത്രത്തു സലീമ, പ്രകൃതി പാനീയങ്ങളിലെ ശുദ്ധമായ പാനീയം പാലാണ് എന്ന തത്വത്തിന്റെ അടിസ്ഥാനത്തിൽ പാലിനെ സെലക്ട് ചെയ്യുക എന്നത് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചുവന്ന ആശയമെന്ന നിലക്ക് അതിലൊരു കുഴപ്പവും ഇല്ല, അതിലൊരു പ്രശ്നവും ഇല്ല. മനസ്സിലായി? ഇനി ഹൈന്ദവാചാരത്തിന്റെ ഭാഗമായിട്ട് ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ 100% എതിർക്കും. അത് എതിർപ്പില്ലാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടോ? അപ്പൊ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പിന്നെ പറഞ്ഞതെന്താണ്? ഇവിടെ നമുക്ക് പ്രവാചക ചര്യയൊന്നുമില്ല. നമുക്ക് ആകുള്ളത് റബീഉൽ അവ്വലിന് 4 ചാടിക്കളി. എന്താ അയാൾ പറഞ്ഞ ചാടിക്കളി? തുള്ളിച്ചാടി. നിങ്ങൾ നോക്കണം, റബീഉൽ അവ്വൽ നമ്മളെ നിഷ്കളങ്കരായ നമ്മുടെ മദ്രസയിലെ കുട്ടിയാണ് അല്ലേ? അവരുടെ കൽബിൽ പാപത്തിന്റെ കറയില്ല. അവരുടെ കൽബിൽ വഹാബികൾ ഉണ്ടാക്കി കൊടുത്ത പിഴച്ച പുത്തൻവാദങ്ങളില്ല. ചെറുപ്പത്തിലെ പഠിച്ചു വെച്ച ദീനിന്റെ ആശയങ്ങളാൽ നിർഭരമായ വിശ്വാസത്തിന്റെ ഖനികളായ ആ പിഞ്ചു കുട്ടികൾ, അവര് ശാന്തമായ മനസ്സോടുകൂടി യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും, സ്വലവാത്തുല്ലാഹി അലൈക്കും. ഇത് തുള്ളിച്ചാട്ട? ഇത് കുച്ചിപ്പുടിയാണോ? ഇത് ഓട്ടം തുള്ളലാണോ? എന്താ മൗലവി നിങ്ങൾ നിരീക്ഷിക്കുന്നത്? നിങ്ങളുടെ മനസ്സിൽ ഈ കറുത്ത പാട് ആര് സൃഷ്ടിച്ചതാണ്? അല്ലേ? അയാള് ധരിക്കുന്നപ്പോ ഞാൻ കണ്ണട വെച്ചിട്ടുണ്ട്, ഇത് നല്ല ചില്ലായതുകൊണ്ട് നിങ്ങൾ നല്ലവർക്ക് കാണുന്നുണ്ട്. അതേസമയത്ത് ഇത് ചോപ്പ് ചില്ലാണെങ്കിൽ നിങ്ങളൊക്കെ ചോന്നതായിട്ടേ കാണുള്ളൂ. ഇത് മഞ്ഞ കണ്ണടയാണെങ്കിൽ മഞ്ഞയായിട്ടേ കാണുള്ളൂ. എന്നതുപോലെ മൗലവിയുടെ കൽബിൽ എന്തോ ഒരു കറ കുടുങ്ങി. അതുകൊണ്ടാണ് നബിദിനാഘോഷത്തെ അയാൾ ഓട്ടം തുള്ളലായിട്ട് കണ്ടത്. എന്നിട്ട് അയാൾ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ആലോചിച്ച റബ്ബേ, ആ പ്രസംഗം കേട്ടപ്പോ എന്താണ് ഈ മനുഷ്യന്മാർ ഇത്ര പൊട്ടന്മാരായാലും? അതായത് റസൂലിന് വഫാത്തായി, റബീഉൽ അവ്വൽ 12 റസൂലിന് വഫാത്തായി. ശരിയാണ്, റബീഉൽ അവ്വൽ 12 പുന്നാരി വഫാത്തായി. അന്ന് ആയിഷാ ബീവി കരഞ്ഞില്ലേ? അന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് കരഞ്ഞില്ലേ? ഫാത്തിമ ബീവി കരഞ്ഞില്ലേ? സ്വഹാബിമാര് കരഞ്ഞില്ലേ? ഇയാളിങ്ങനെ കരയാനേ, കരഞ്ഞില്ലേ? പക്ഷേ നമ്മളെന്താ പായസം കുടിക്കുന്നത്? എന്നാ അതിന് മറുപടി ഇമാമിങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മളെ വീട്ടിലൊരാൾ മരിച്ചാൽ, നമ്മുടെ സമുദായത്തിലൊരു നേതാവ് മരിച്ചാൽ, അതല്ലെങ്കിൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ വഫാത്തായാലും നമുക്ക് അനിയന്ത്രിതമായ സങ്കടം വരികയാണെങ്കിൽ, അല്ലേ, അനിയന്ത്രിതമായ മനസ്സിന് വീർപ്പുമുട്ടുന്ന നിയന്ത്രിക്കാൻ പറ്റാത്ത സങ്കടം, കരച്ചിൽ നമുക്ക് വരികയാണെങ്കിൽ അതിന് കുഴപ്പമില്ല. പക്ഷേ അത് ആവർത്തിക്കേണ്ടതല്ല. കൊല്ലം ഇങ്ങനെ കരയണമെന്ന്. റബീഉൽ അവ്വൽ 12 ആവുമ്പോ ഒരു കരച്ചില്. ആയിഷാ ബീവി കരഞ്ഞില്ലേ? ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ വാള് പിടിച്ചില്ലേ? ആരെങ്കിലും പറഞ്ഞാൽ മുഹമ്മദ് നബി മരിച്ചു എന്നാരെങ്കിലും പറഞ്ഞാൽ ഈ വാള് കൊണ്ട് ഞാൻ അവനെ വെട്ടിത്തീർക്കുമെന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞില്ലേ? അപ്പൊ ഈ മുജാഹിദിന്റെ മൗലവി റബീഉൽ അവ്വൽ 12 വരുമ്പോൾ ഒരു വാളും പിടിച്ചു. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ ചര്യ എന്താണ്? റസൂലുള്ളാഹി വഫാത്തായപ്പോ വാളും പിടിച്ചിട്ട് വെട്ടി നടന്നു. എന്താ ചെയ്യേണ്ടത്? സങ്കടങ്ങളെ ആവർത്തിക്കേണ്ടതല്ല. ദുഃഖത്തിന്റെ ആചരണം ഇസ്ലാമികമല്ല. ഇസ്ലാമിൽ ദുഃഖാചരണം 2 കാര്യങ്ങളേ ഉള്ളൂ. അത് ബുഖാരിയിൽ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ഒരു പെണ്ണിന്റെ ഭർത്താവ് മരിച്ചാൽ, ഒരു ഭാര്യയുടെ ഭർത്താവ് മരിച്ചാൽ 4 മാസവും 10 ദിവസമുള്ള ഇദ്ദാ കാലയളവാണ്. ആ കാലയളവിൽ അവർ ആഭരണങ്ങൾ ധരിക്കേണ്ട. ആ കാലയളവിൽ അവർ സൗന്ദര്യ വർദ്ധക വസ്തുക്കൾ ഉപയോഗിക്കരുത്. അതുപോലെ കമനീയമായ വസ്ത്രങ്ങൾ ധരിക്കരുത്. അവര് ദുഃഖത്തിന്റെ ഒരു രൂപത്തിലായി കഴിഞ്ഞുകൂടണം.
4 മാസവും 10 ദിവസവും. ഇനി അന്യ മനുഷ്യനാണ് മരിച്ചതെങ്കിൽ സ്ത്രീകൾക്ക്, പുരുഷന്മാർക്കല്ല, സ്ത്രീകൾക്ക് 3 ദിവസം വരെ എന്തു ചെയ്യാം? ദുഃഖമാചരിക്കാം. അതിനപ്പുറം പറ്റൂല. ദുഃഖാചരണം ഇസ്ലാമിലില്ല, ദുഃഖാചരണത്തിന്റെ വാർഷികമില്ല. അതേസമയത്ത് സന്തോഷവേളയെക്കുറിച്ച് എന്താ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്? സൂറത്ത് യൂനുസിന്റെ 57-ാമത്തെ ആയത്തിൽ പറയുന്നു, ഖുൽ, പറയുക നബിയേ, ബിഫദ്ലില്ലാഹ്, അല്ലാഹുവിന്റെ ഔദാര്യം കൊണ്ടും വറഹ്മതിഹി, അവന്റെ കാരുണ്യം കൊണ്ടും, ഫബിദാലിക, അതുകൊണ്ട് തന്നെ ഫൽയഫ്റഹു, അവർ സന്തോഷിച്ചുകൊള്ളട്ടെ. സന്തോഷം കൽപ്പിക്കപ്പെട്ടതാണ്. ദുഃഖം കൊല്ലം ഇങ്ങനെ ദുഃഖിക്കണം. എന്താ ഈ മൗലവി ഇവിടെ നീ കാച്ചിക്കാട് വന്നിട്ട് ഇത്രയും വലിയ പ്രബുദ്ധമായൊരു നാട്ടിൽ വന്നിട്ട് ഈ പോയത്തരം പ്രസംഗിച്ചാൽ ഇതൊക്കെ നമ്മളെ കൊണ്ട് പറയിപ്പിക്കേണ്ടി വരികയാണല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, എന്നിട്ട് പിന്നെ അദ്ദേഹം പറയാണ്, റസൂലുള്ളാഹിനോടുള്ള മഹബ്ബത്ത് എന്ന് പറഞ്ഞാൽ പിൻപറ്റലാണ്. റസൂലുള്ളാഹിനോടുള്ള മഹബ്ബത്ത് എന്ന് പറഞ്ഞാൽ പിൻപറ്റലാണ് എന്ന്. അത് കഴിഞ്ഞ കൊല്ലം ഇമാം കൗൺസിലുകാരന്റെ മതവിരുദ്ധ പരാമർശങ്ങൾക്ക് മറുപടി പറഞ്ഞപ്പോൾ ഞാൻ വിശദമായി അക്കാര്യം പറഞ്ഞിട്ടുണ്ട്. മഹബ്ബത്ത് എന്ന് പറഞ്ഞാൽ പിൻപറ്റൽ മാത്രമല്ല, മഹബ്ബത്ത് ഉണ്ടായതുകൊണ്ട് നമ്മളൊക്കെ പിൻപറ്റുന്നവരല്ലേ. ഒന്നാമത്തെ പിൻപറ്റൽ, ഇയാൾ ഇവിടെ പിൻപറ്റൽ എണ്ണി പറഞ്ഞതാരോ, വല്ലാത്ത രസമുണ്ട്. ഒരു മനുഷ്യന്റെ അറിവിന്റെ പിന്നെ ആഴം നമുക്കൊന്ന് മനസ്സിലാക്കാം. റസൂലുള്ളാഹിനെ പിൻപറ്റുക എന്ന് പറഞ്ഞാൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു ദിക്റുണ്ട്. എന്താണ്? അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ എന്ന് ചൊല്ലുക. നിസ്കാരത്തിന് ശേഷം 33 ദിക്റ് ചൊല്ലുക. കടക്കുമ്പോ ഒരു ദിക്റുണ്ട്, അത് ചൊല്ലുക. അതാണോ ഇത്തിബായിന്റെ ഒന്നാമതായിട്ട് പരിചയപ്പെടുത്തേണ്ടത്? ഒന്നാമത്തെ ഇത്തിബായാണ് അല്ലാഹുവിന്റെ റസൂലിനെ പിൻപറ്റുന്നതിന്റെ ഒന്നാമത്തെ വേദാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹിൽ വിശ്വസിക്കുക. അതാ ഒന്നാമത് പറയേണ്ടത് മൗലവി. രണ്ടാമത് പറയേണ്ടത് 5 നേരത്തെ നിസ്കാരം നിർവഹിക്കുക, പരലോകത്തിൽ ഉറച്ചു വിശ്വസിക്കുക, ഖബർ ശിക്ഷയെക്കുറിച്ചുള്ള ഭയമുണ്ടാവുക, നരക സ്വർഗാദികൾ സത്യമാണെന്ന് വിശ്വസിക്കുക, ഇസ്ലാം ദീൻ ഹഖാണെന്ന് മനസ്സിലാക്കുക, കഴിവുള്ളവർ സക്കാത്ത് കൊടുക്കുക, കഴിവുള്ളവർ ഹജ്ജ് ചെയ്യുക, റമദാനാഗതമായാൽ നോമ്പനുഷ്ഠിക്കുക. എന്തേ ഇയാൾ ഇതൊന്നും എന്നീ പറയാത്തത്? ഈ രാവിലെ നീച്ചുമ്പോൾ ദിക്റിലുള്ള കാര്യം മാത്രം പറയുന്നത്? അതൊക്കെ ഞങ്ങൾ ഇഷ്ടം പോലെ പഠിക്കുകയും പഠിപ്പിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാ. ഞാൻ ചോദിക്കട്ടെ, 99% സുന്നികൾ ജീവിക്കുന്ന കാച്ചിരിക്കാട് മഹല്ലും, എന്നാൽ ബഹുഭൂരിപക്ഷം മുജാഹിദുകൾ വസിക്കുന്ന മങ്കടയിലുള്ള ഒരു മഹല്ലും, ഈ മഹല്ലും ഒന്ന് ചേർത്തി നോക്കുക. കൂടുതൽ നിസ്കാരക്കാരാണ് എവിടെയാണുള്ളത്? രാത്രി തഹജ്ജുദിന് എഴുന്നേറ്റുകൊണ്ട് അല്ലാഹുവിനോട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്ന നിഷ്കളങ്കരായ വിശ്വാസത്തിന്റെ ഉടമകൾ ഏത് നാട്ടിലാണുള്ളത്? ഒരു ഹിതപരിശോധനയ്ക്ക് തയ്യാറുണ്ടോ നിങ്ങൾ? ഒരു പരിശോധനയ്ക്ക് തയ്യാറുണ്ടോ? അടപ്പടൂരും ഇനി തൊള്ളയൊന്നും പറയാണ്ടാവില്ല. തൊള്ള പറയാൻ എളുപ്പമാണ്, പരിശോധിച്ചാൽ വിവരണം അറിയും. അതുകൊണ്ട് എന്റെ മുഅ്മിനീങ്ങളെ വളരെ വ്യക്തമായി മനസ്സിലാക്കണം. ഇയാളിങ്ങനെ ചോദിക്കുക, പള്ളിക്കത്ത് ഉദരിസിനടുത്ത് കാശും കാലത്ത് ഒരാൾ ചെല്ല, ഉസ്താദിന്റെ അടുത്ത് മുനവ്വർ ഫൈസിന്റെ അടുത്ത് ചെല്ല. മുനവ്വർ ഫൈസിനോട് ചോദിക്കുക, ഉസ്താദെ ഇന്നത്തെ സുബി നമുക്ക് 3 റക്അത്താക്കിയാലോ? അപ്പൊ ഉസ്താദ് ഇങ്ങനെ പറക്കും. എന്താ പറയാ? ഈ നാട്ടുകാർ കേൾക്കുന്നില്ലെങ്കിലും ഓഡിയോ വഴി മറുനാട്ടുകാരായ ഞങ്ങളിത് കേൾക്കുന്നുണ്ട്. എന്നാൽ മൗലവിയെ സഹോദര, ഒരു കാര്യം മനസ്സിലാക്കണം. ഇസ്ലാമിന്റെ അമലുകൾ 2 തരത്തിലുണ്ട്. ഒന്ന് നിശ്ചിതമായ ക്രമങ്ങളും നിശ്ചിതമായ ഷർത്തുകളും ഉള്ള അമലുകൾ. സുബിഹി 2 റക്അത്തേ പറ്റൂ, ദുഹ്റോ 4 റക്അത്തേ പറ്റൂ, അസ്റോ 4 റക്അത്തേ പറ്റൂ, മഗ്രിബിയോ 3 റക്അത്തേ പറ്റൂ, ഇശയോ 4 റക്അത്തേ പറ്റൂ. കുറക്കാനും പാടില്ല, കൂട്ടാനും പാടില്ല. അതേസമയത്ത് മുത്തലഖായ സുന്നത്ത് നിസ്കാരങ്ങളെ പറ്റി എന്താ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതെന്നറിയോ? എന്താ പറഞ്ഞറിയോ? അസ്സലാത്തു ഖൈറു മൗദൂഅ് ഫമൻ ശാഅ അസ്തഖല്ല വമൻ ശാഅ അസ്തഗ്ഫറ. നിരുപാധികമായ സുന്നത്ത് നിസ്കാരങ്ങൾ ഇബാദത്തിന് വേണ്ടി നിശ്ചയിക്കപ്പെട്ടതിൽ ഏറ്റവും ഉത്തമമായ കർമ്മമാണ്. താല്പര്യമുള്ളവർക്ക് വർദ്ധിപ്പിക്കാം, താല്പര്യമുള്ളവർക്ക് റക്അത്തിന്റെ എണ്ണം കുറക്കാം. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ
നഫൽ മുത്തലക്ക് 100 റക്അത്ത് നിസ്കരിക്കുക, 200 റക്അത്ത് നിസ്കരിക്കുക. റസൂലുള്ളാഹി പഠിപ്പിക്കണം. ഇനി 2 റക്അത്ത് അങ്ങനെ നിസ്കരിക്കുക. മനസ്സിലായി? അപ്പൊ സുബഹി നിസ്കാരം 2ന്റെ അപ്പുറം പറ്റൂല. അപ്പൊ ഞങ്ങൾ മുദരിസന്മാരോട്, നിങ്ങൾ മുജാഹിദിന്റെ പ്രവർത്തകന്മാർ വന്നിട്ട് ചോദിക്കുകയാണ്, അല്ല ഉസ്താദേ, നമുക്ക് ഇന്നത്തെ സുബഹി ഒന്ന് 3 ആക്കിയാലോ? നമ്മൾ പറയും പറ്റൂല എന്ന് പറയും. അതേ സമയത്ത് പ്രത്യേക ഷർത്തുകളില്ലാത്ത, നിബന്ധനകളില്ലാത്ത, ഉപാധിയില്ലാത്ത, ക്രമമില്ലാത്ത പൊതുവായ നിർവഹണത്തിന്റെ അമലുകളുണ്ട്. ഉദാഹരണം സ്വതക്ക. ഇന്ന വസ്തുവെ സ്വതക്ക ചെയ്യാവൂ എന്ന് ഇസ്ലാമിൽ നിയമമുണ്ടോ? അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന ഒരു ഹദീസിൽ കാണാം, നീ നിന്റെ ഭാര്യയുടെ വായയിലേക്ക് സന്തോഷപൂർവ്വം നൽകുന്ന ഒരു ഉരുള പോലും നീ കൊടുക്കുന്ന സ്വതക്കയാണ്. ഒരാൾ പെണ്ണെട്ടി, മുജാഹിദിന്റെ വാദം കേട്ടിട്ടാ പെണ്ണെട്ടിയത്. ഒരു മുജാഹിദ് പ്രവർത്തകൻ, ISMന്റെ ഒരു പ്രവർത്തകൻ പെണ്ണെട്ടി. ആദ്യ രാത്രിയാ. അപ്പോ എന്തേലൊക്കെ ഭാര്യയ്ക്ക് സന്തോഷത്തിന് വേണ്ടി അവൾക്കൊരു പീടിന്ന് ഒരു ലഡു വാങ്ങിക്കൊണ്ടു വന്നിട്ടുണ്ട്. അങ്ങനെ ആ ലഡു അവൾക്ക് ഇങ്ങനെ കൊടുക്കുകയാണ്. അപ്പൊ മുജാഹിദിന്റെ പ്രസംഗം കേട്ടു, അല്ല, ഒരു പുണ്യകർമ്മം, സുബഹി 3 റക്അത്ത് പറ്റൂലല്ലോ. അപ്പൊ അള്ളാന്റെ റസൂല് ഖദീജ ബീവിക്ക് ലഡു കൊടുത്തിട്ടുണ്ടോ? ജുവൈരിയ ബീവിക്ക് കൊടുത്തിട്ടുണ്ടോ? ഹഫ്സാ ബീവിക്ക് കൊടുത്തിട്ടുണ്ടോ? റംല ബീവിക്ക് കൊടുത്തിട്ടുണ്ടോ? ആയിഷ ബീവിക്ക് കൊടുത്തിട്ടുണ്ടോ? കൊടുത്തിട്ടില്ല. മൗലവിന്റെ പ്രസംഗത്തിലൊന്നും അത് കേട്ടിട്ടില്ല. എന്നാ ബിദ്അത്താണ്, അനാചാരാന്നാ പറയണ്ടത്. എന്ത് പൊട്ടപ്പോയത്താണ് ഈ പറയുന്നത്? അപ്പൊ സദഖ എന്ന് പറയുന്നത് നബി ചെയ്ത സദഖകളെ നമുക്ക് പറ്റൂ എന്നൊരു നിയമമില്ല. ദിക്ർ, നബി ചൊല്ലിയ ദിക്റെ നമുക്ക് ചൊല്ലാവൂ എന്നൊരു നിയമമല്ല. ഇയാൾ ഇവിടെ തന്നെ ഒരു പൊട്ടമസല പറഞ്ഞിട്ടുണ്ട്. നിസ്കാരത്തിന് ശേഷം 33 സുബ്ഹാനല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, അല്ലേ? എന്നാ സുബ്ഹാനല്ലാഹ് 33 തവണ മാത്രമേ ചൊല്ലാവൂ. അതിനപ്പുറം ചൊല്ലിയ 34 വട്ടം ചൊല്ലിയ നരകത്ത് പോകും. ഞങ്ങളില്ല. എന്ത് വിഡിത! എന്നാ കേട്ടോ മൗലവി, മസല അങ്ങനെയല്ല. 33 തവണയാണ് വാരിതായി വന്നിട്ടുള്ളത്. അതുകൊണ്ട് അതാണ് ഏറ്റവും പുണ്യം. ഇനി ഒരാൾ 100 തവണ ചൊല്ലി, ഞാൻ കേൾക്കണം. സ്വഹീഹായ ഹദീസ് മേശപ്പുറത്തുണ്ട്. സ്വഹീഹായ ഹദീസ് എന്റെ മേശപ്പുറത്തുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി അൽ ഇസാബ ഫീ തംയീദ് സ്വഹീഹ എന്ന ഗ്രന്ഥത്തിൽ സ്വഹീഹായ ഹദീസിലൂടെ പറയാണ്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഒരു ദിവസം 12,000 തസ്ബീഹ് ചൊല്ലാറുണ്ടായിരുന്നു. എത്ര തസ്ബീഹ്? 12,000 തസ്ബീഹ്. അബൂ ഹുറൈറ നരകത്തിലാ? ഖുർആൻ പറഞ്ഞതെന്താ? നിങ്ങൾ ഖുർആൻ വായിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് ഖുർആനിന്റെ ആശയങ്ങളെക്കുറിച്ച് വല്ല അറിവുണ്ടോ? ഖുർആൻ പറഞ്ഞതെന്താണ്? നിഷ്പക്ഷമായി ചിന്തിക്കൂ സഹോദരങ്ങളെ. യാ അയ്യുഹല്ലദീന ആമനു ദിക്റുല്ലാഹ ദിക്റൻ കസീറ വസബ്ബിഹൂ ബുക്റതൻ വഅസീലാ. അല്ലയോ മുഅ്മിനീങ്ങളെ, നിങ്ങൾ ധാരാളം ദിക്ർ ചൊല്ലണേ. പ്രഭാത പ്രദോഷങ്ങളിൽ നിങ്ങൾ തസ്ബീഹിനെ പെരുപ്പിക്കണമേ. അല്ലേ? എത്രയും തസ്ബീഹ് അല്ലാണ്. മനസ്സിലായോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ? അതുകൊണ്ട് തന്നെ ഇദ്ദേഹം പറയാണ്, റബീഉൽ അവ്വൽ 12 റസൂൽ ജനിച്ചത് 12-നാണോ? ഇതിലൊക്കെ സംശയമുണ്ട്. അത്രേ. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾ ഇതിന് ഇടപെടാതിരുന്നാ പോരെ? അല്ലാഹുവിന്റെ റസൂൽ റബീഉൽ അവ്വൽ മാസം 12-നാണ് പ്രസവിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് ഹാഫിദ് ഇബ്നു കസീർ തന്റെ അൽ ബിദായത്ത് വൻ നിഹായയിൽ പ്രഗത്ഭരായ സ്വഹാബി വര്യന്മാരെ തൊട്ട് ഉദ്ധരിച്ചുകൊണ്ട് പറയുകയാണ്, ഇതാണ് ബഹുഭൂരിപക്ഷം ആളുകളും, 99% ആളുകളും വളരെ പ്രസിദ്ധമായി പറഞ്ഞു പോരുന്നത് ഇതാണ് എന്ന് രേഖപ്പെടുത്തുകയാണ്. പിന്നെ ചരിത്രകാരന്മാർ പല അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പറയും. പറഞ്ഞോട്ടെ. ഇപ്പൊ മുഹറം, ആശൂറ നോമ്പ് എന്നാ നോൽക്കേണ്ടത്? മുഹറം 10-ന്റെ അന്നല്ലേ? ആശൂറ നോമ്പ് എന്നാ നോൽക്കേണ്ടത്? മുഹറം 10-ന്റെ അന്നല്ലേ? പക്ഷെ മുഹറം 10-ന്റെ അന്നല്ല ആശൂറ എന്ന അഭിപ്രായമുണ്ട്. ഇന്ന് നാളെ മുതൽ ഞാൻ കാച്ചിങ്കാട് വന്നിട്ട് പറയാണ്, ആശൂറ നോമ്പ് മുഹറം 10-ന്റെ അന്ന് നോമ്പ് നോൽക്കുന്ന കാച്ചിനിക്കാട്ടുകാരെ നരകത്തിലേക്ക് പൊയ്ക്കോളൂ. കാരണം അതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്താണ് അഭിപ്രായ വ്യത്യാസമുണ്ട്? ഇറങ്ങാണ്ട് നരകത്ത് പോകാൻ പറയല. നിങ്ങൾക്ക് ഇസ്ലാമിന്റെ ഉസൂലിനെ കുറിച്ച്, ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങളെ സംബന്ധിച്ച് വല്ല അറിവുമുണ്ടോ? അപ്പൊ സ്നേഹം എന്ന് പറഞ്ഞാല് എന്റെ സഹോദരങ്ങളെ പിൻപറ്റൽ മാത്രല്ല. സ്നേഹം എന്ന് പറഞ്ഞാൽ
അല്ലാഹുവിന്റെ റസൂലിനെ വാനോളം പുകഴ്ത്താനുള്ള അവിടുത്തെ സവിശേഷതകൾ പഠിച്ചറിയുന്ന ഒരു മാനസികമായ അവസ്ഥയെക്കുറിച്ചാണ് സ്നേഹം എന്ന് പറയാ. അത് ഞാൻ കഴിഞ്ഞ വർഷത്തെ പ്രസംഗത്തിൽ ഈ നാട്ടുകാരോട് വിശദമായി പറഞ്ഞുകൊണ്ട് ആവർത്തിക്കുന്നില്ല. ഞാനൊരു ഉദാഹരണം പറയാം. സഹീഹുൽ ബുഖാരിയിൽ കാണാം, അബ്ദുള്ള എന്ന് പറയുന്ന ഒരു സഹാബി, അബ്ദുള്ള എന്ന് പറയുന്ന ഒരു സഹാബി ഉണ്ടായിരുന്നു. ആ സഹാബി ആളുകൾ ഹിമാർ എന്ന് വിളിച്ചിരുന്നു. ആ സഹാബി റസൂലുള്ളാഹിക്ക് വളരെ പ്രിയപ്പെട്ട സഹാബിയായിരുന്നു. അല്ലാഹുവിന്റെ റസൂലിന് ആ സഹാബിക്കും വളരെ ഇഷ്ടമായിരുന്നു. പ്രശ്നകലുഷിതമായ റസൂലുള്ളാഹിന്റെ മനസ്സിനെ സന്തോഷിപ്പിക്കുവാനും സമാധാനിപ്പിക്കുവാനും ആ സഹാബിയുടെ സാന്നിധ്യം ഏറെ ഉപകാരപ്പെട്ടിരുന്നു. പക്ഷേ ആ സഹാബിക്ക് ഒരു ചെറിയ ഡാമേജ് ഉണ്ടായിരുന്നു. എന്താണ്? കള്ളുടിച്ചു, മൂക്കറ്റം കള്ളുടിച്ചു. അങ്ങനെ റസൂലുള്ളാഹി അടിക്കാൻ വേണ്ടി ഉത്തരവിടും. അങ്ങനെ പിറ്റേന്നും കള്ളുടിച്ചും പിറ്റേന്നും കള്ളുടിച്ചും അടി കിട്ടും. ഇങ്ങനെയായിരുന്നു മൂപ്പരുടെ സ്വഭാവം. ഒരിക്കൽ സഹാബത്തിൽപ്പെട്ട ഒരാൾക്ക് ദേഷ്യം വന്നിട്ട് അടി കൊടുക്കുന്നതിന്റെ ഇടയിൽ പറഞ്ഞു, അല്ലാഹുവിന്റെ ലാനത്തുണ്ടാവട്ടെ, എന്ത് കള്ളുടിയാനാണിത്? ഇത് റസൂലുള്ളാഹിന്റെ കർണപുടത്തിൽ കേട്ടു. നബി പറഞ്ഞു, അരുത് മനുഷ്യ, അബ്ദുല്ലാഹിനെ കുറ്റം പറയരുത് മനുഷ്യ, ഫഇന്നഹു യുഹിബ്ബുല്ലാഹ വറസൂലഹു. അബ്ദുള്ള കള്ളുകുടിയനാണെങ്കിലും ഖൽബിൽ മഹബ്ബത്തുള്ളവനാണ്. അപ്പൊ കള്ളുടിയന്മാർക്കും മഹബ്ബത്തുണ്ടാവും. എത്ര ഹദീസുണ്ട്. ഒരു അറാബി ഒന്നുകൂടി റസൂലുള്ളാഹിനോട് പറയാണ്, മതസ്സാഅത്തു യാ റസൂലല്ലാഹ്, ഖിയാമത്ത് നാൾ എപ്പോഴാണ് നബിയേ? റസൂലുള്ളാഹി തിരിച്ചൊരു മറുചോദ്യം ചോദിക്കുകയാണ്, മാദാ അഅദത്ത, നീ എന്തൊക്കെയാണ് ഖിയാമത്ത് നാളിന്റെ മുമ്പായി ഒരുക്കി വെച്ചിട്ടുള്ളത്? ആ സമയത്ത് ആ സ്വഹാബി പറയുകയാണ്, ഹുബ്ബുല്ലാഹി വറസൂലിഹി, എന്റെ മനസ്സിൽ അല്ലാഹുവിനോടും റസൂലിനോടും വല്ലാത്ത സ്നേഹമാണ് നബിയേ. അപ്പൊ നബി തങ്ങൾ മറുപടി പറയാണ്, ഇന്നക മഅമൻ അഹ്ബബ്ത, തീർച്ചയായും നീ ആരെയാണോ സ്നേഹിച്ചത് അവരോടൊപ്പമാണ് നീ. റസൂൽ മറുപടി പറയുകയാണ്. ഇത് കേട്ടുകൊണ്ട് കേൾവിക്കാരനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, ഞങ്ങൾ അന്നത്തോളം ആ ഒരു റസൂലുള്ളാഹിന്റെ പ്രതികരണം കേട്ട് സന്തോഷിച്ചിടത്തോളം സന്തോഷിച്ച അത്രയ്ക്കും വേറെ സന്ദർഭത്തിൽ ഞങ്ങൾക്ക് സന്തോഷം വന്നിട്ടില്ല. എന്തുകൊണ്ട്? അമലുകൊണ്ട്, അനുഷ്ഠാനം കൊണ്ട്, ആചാരം കൊണ്ട്, കർമ്മം കൊണ്ട്. അബൂബക്കർ തങ്ങളുടെ അടുത്തേക്കോ ഉമർ ഇബ്നു ഖത്താബ് തങ്ങളുടെ അടുത്തേക്കോ എത്തിപ്പെടാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഞങ്ങളുടെ കൽബിൽ സ്നേഹമാണ്, ഞങ്ങളുടെ കൽബിൽ പ്രേമമാണ്, റസൂലിനോടുള്ള അദമ്യമായ അനുരാഗമാണ്. ആ അനുരാഗത്തിന്റെ പ്രകടനം എങ്ങനെയാണെന്ന് വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇമാം ബൈഹഖി തങ്ങൾ പറയുകയാണ്, തന്റെ ശുഅബുൽ ഈമാനിൽ പറയുകയാണ്, ബാബു ഹബ്ബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന അധ്യായത്തിൽ പറയുകയാണ്, വഅസ്ലു ഹാദൽ ബാബ്, അല്ലാഹുവിന്റെ റസൂലിനോടുള്ള സ്നേഹത്തിന്റെ മറവ് എന്ന് പറയുന്നത് എന്താണ്? അൻ തഖിഫ അലാ മദാഇഹി റസൂലില്ലാഹി അൽ മുതഅല്ലിഖത്തി ബിനഫ്സിഹി, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വന്തത്തോട് ബന്ധപ്പെട്ടതായ അവിടുത്തെ മദ്ഹുകൾ, അപദാനങ്ങൾ അറിയണം, അപദാനങ്ങൾ അറിയണം. എന്നിട്ട് പറയാണ്, വമിൻ മദാഇഹി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ അപദാനങ്ങളിൽ പെട്ടതാണ് തഹാറത്തു മൗലിദിഹി, അല്ലാഹുവിന്റെ റസൂലിന്റെ ജന്മം എന്ന് പറയുന്നത് പരിശുദ്ധമാണ്, പവിത്രമാണ്. നമ്മളൊക്കെ നമ്മളെ ഉമ്മാരെ ഗർഭപാത്രത്തിൽ നിന്ന് പോകുന്നൊരു രംഗുണ്ട്, അത് ഒത്താച്ചിക്കേ അറിയുള്ളൂ. പക്ഷെ അതേപോലെയല്ല റസൂലുള്ളാഹിന്റെ ജന്മം. ഇവിടെ പ്രസവിച്ചു പോയാന്നാ പറയുന്നത്. ഇവിടെ പ്രസംഗിച്ചു പോയ അയാളുടെ ഉമ്മ പ്രസവിച്ചപ്പോൾ രംഗുണ്ടല്ലോ, അതേമാതിരി റസൂലുള്ളാഹിന്റെ പ്രസവം. വമിൻ മദാഇഹി റസൂലില്ലാഹി തഹാറത്തു മൗലിദിഹി. ഇത് ഇമാം ഹലീമി വെറുതെ പറഞ്ഞതല്ല, സൂറത്തു തൗബയുടെ 128-ാമത്തെ ആയത്തിന്റെ വെളിച്ചത്തിൽ പറഞ്ഞതാ. ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. നിങ്ങളിൽ ഏറ്റവും പരിശുദ്ധനിൽ നിന്നാണ് റസൂലുള്ളാഹിന്റെ വരവുള്ളത്. ഏതാണ് ആ വരവ്? 40-ാമത്തെ വയസ്സിൽ ഹിറാ ഗുഹയിൽ നിന്ന് ഇറങ്ങി വരുന്ന വരവല്ലത്. ആ വരവ് മാത്രമല്ലയത്, പിന്നെയോ ആമിന ബീവിയുടെ ഗർഭപാത്രത്തിൽ നിന്ന് ഭൂമുഖത്തേക്ക് പ്രത്യക്ഷപ്പെടുന്ന പുന്നാരബിയുടെ ആ വരവുണ്ടല്ലോ, ആ വരവിനെ പറ്റിയാണ് അല്ലാഹ് പറഞ്ഞത്. ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും യഅനി ലം തുസിബഹു ശൈഉൻ മിൻ വിനാദത്തിൽ ജാഹിലിയ്യ. അന്ധകാരത്തിന്റെ
ജാഹിലിയത്തിന്റെ, അനാചാരത്തിന്റെ, അവിശുദ്ധതയുടെ യാതൊരു അംശവും പ്രവാചക പിറവിയിൽ സംഭവിച്ചിട്ടില്ല. അത്രയ്ക്കും പരിശുദ്ധമാണ്, അത്രയ്ക്കും പവിത്രമാണ്, അത്രയ്ക്കും ശ്രേഷ്ഠമാണ്, അത്രയ്ക്കും അനുസ്മരിക്കപ്പെടേണ്ടതാണ്, അത്രയ്ക്കും വാഴ്ത്തപ്പെടേണ്ടതാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രസവം എന്നുള്ളത്. ആ പ്രസവം കൊണ്ട് അനുഗ്രഹീതമായ റബീഉൽ അവ്വൽ മാസം വരുമ്പോൾ ഒരു ഈമാനുള്ള മുഅ്മിനിന്റെ ഖൽബിൽ അതിന്റെ ആന്തോളനങ്ങൾ ഉയർന്നു വരുന്നത്. എന്തിനാണ് മൗലവി നിങ്ങൾ കുണ്ഠിതപ്പെടുന്നത്? എന്തിനാണ് മൗലവി നിങ്ങൾ വിമർശിക്കുന്നത്? അത് ഈമാനിന്റെ ലക്ഷണമല്ലേ? അല്ലേ? അതല്ലേ ഇവിടെ ഒന്ന് വിമർശിച്ചത്? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ സുദീർഘമാക്കുന്നില്ല. പിന്നെ അദ്ദേഹം ഇവിടെ പറഞ്ഞ ഒരു വലിയൊരു ആരോപണം, ഔദുബില്ല, യേശു ഈ ക്രിസ്ത്യാനിയാണ്. ഞാൻ കാമണിക്കൂർ കൂടി പറയും, കാമണിക്കൂർ കൂടി പറയും. അതിനുശേഷം ചോദ്യം ചോദിക്കാനുള്ള ആൾക്കാർ കൂടെ വന്നിരിക്കട്ടെ. ഉസ്താദ് ഇവിടെ വന്നിട്ടുണ്ട്, എന്റെ പ്രസംഗം പോ നിൽക്കും, ആർക്കും ചോദിക്കട്ടോ. ഇതൊരു ലിമിറ്റേഷൻ ഇല്ല, ആർക്കും ചോദിക്കാം, എന്തും ചോദിക്കാം എന്ന് പറഞ്ഞാൽ ദീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കാം, അത്രേ ഉള്ളൂ. അല്ലാതെ എന്തും ചോദിക്കാന്ന് പറഞ്ഞാൽ 100 രൂപ തരണേന്ന് പറഞ്ഞാൽ അത് തരാൻ ചിലപ്പോൾ ഇവിടെ ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പോ എന്താണ് ഈ പറഞ്ഞത്? ക്രിസ്ത്യാനികള് യേശുവിന്റെ ജന്മദിനം കൊണ്ടാടിയപ്പോ അത് കണ്ടിട്ട് മുസ്ലിമീങ്ങൾ കൊണ്ടാടാൻ തുടങ്ങിയതാണ്. ഇങ്ങനെയാണെങ്കിൽ അവർക്ക് പറയാമായിരുന്നു, ക്രിസ്ത്യാനികള് ഡിസംബർ 25 അന്ന് ക്രിസ്തുമസ് ആഘോഷിക്കുമ്പോൾ നമ്മളും തുടങ്ങി ഡിസംബർ 25 അന്ന് ക്രിസ്തുമസ് എന്നാ പറയാമായിരുന്നു. മറ്റൊരു മതത്തിന്റെ ആചാരം നമ്മൾ സ്വീകരിച്ചു എന്ന് പറയാമായിരുന്നു. ഇത് ക്രിസ്ത്യാനിസത്തിന്റെ അബദ്ധജടിലമായ ത്രിയേകത്വവാദത്തിന്റെ കടക്കൽ കത്തിവെച്ച പ്രവാചക ശിരോമണി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനാഘോഷം എങ്ങനെ ക്രിസ്ത്യാനിസത്തിന്റെ ഭാഗമാകുക? അത് ക്രിസ്ത്യാനിസത്തെ തച്ചു തകർക്കാനുള്ളതല്ലേ? അതെങ്ങനെ അതിന്റെ ഭാഗമാകാം? ഒരു മനുഷ്യനൊരു വാക്ക് ഒരു മൈക്കിലൂടെ പറയുമ്പോൾ അതിന്റെ പിന്നിലൊരു അബദ്ധമുണ്ട് എന്ന് അല്ലാഹു തആല തന്ന തലച്ചോറുണ്ട്. എൽമില്ലെങ്കിലും തലച്ചോറ് എല്ലാവർക്കും ഉണ്ടല്ലോ, ഒന്ന് ചിന്തിച്ചൂടെ? അപ്പൊ അത് ക്രിസ്ത്യാനിസത്തിന്റെ ഭാഗമാണ് എന്ന് പറയുന്നത് വളരെ മോശമാണ്. പിന്നെ അദ്ദേഹം ചോദിച്ചൊരു ചോദ്യം എന്നെ വല്ലാതെ സങ്കടത്തിലാക്കി. എന്താണ്? റബീഉൽ അവ്വലില് പ്രവാചക ശിരോമണിയുടെ അപദാനങ്ങൾ വാഴ്ത്തിപ്പറഞ്ഞുകൊണ്ട് ഈമാനിക സമൂഹം നബിദിനം ആഘോഷിക്കുമ്പോൾ, മൗലിദ് പാരായണം ചെയ്യുമ്പോ നിങ്ങൾ ആരെങ്കിലും അന്ന് സുബഹി നിസ്കരിക്കുമോ എന്നാ ചോദ്യം. അന്ന് നിങ്ങൾ ആരെങ്കിലും ളുഹ്ർ നിസ്കരിക്കുമോ? അന്ന് നിങ്ങൾ ആരെങ്കിലും മഗ്രിബ് നിസ്കരിക്കുമോ? അന്ന് നിങ്ങൾ ആരെങ്കിലും ഇശാ നിസ്കരിക്കുമോ? അപ്പൊ ഇയാളെ വിശ്വാസം എന്താണെന്നറിയോ? റബീഉൽ അവ്വലിൽ സുന്നിയാളാരും 5 നേരം നിസ്കരിക്കലില്ല. റബീഉൽ അവ്വൽ 12 അന്ന് സുന്നികളാരും 5 നേരത്തെ നിസ്കാരക്കാരല്ല. നഊദുബില്ലാഹ്. ഇത് ശവത്തിൽ കുത്തുന്നതിനപ്പുറം അല്ലേ, സങ്കടപ്പെടേണ്ട വിഷയല്ലേ? നമ്മളെ സംബന്ധിച്ച് നിസ്കാരം ഒഴിവാക്കുന്നവരാണ് എന്ന വിമർശനം, ആക്ഷേപം. ഒരു മനുഷ്യൻ ഒരു നാട്ടില്, ഈ നാട്ടുകാർ പറയാണെങ്കിൽ തിരക്കടില്ല, ഏതോ ഒരു നാട്ടുകാരൻ ഈ നാട്ടിൽ വന്നിട്ട് പറയാണ്, ഈ നാട്ടുകാർ കേൾക്കാനില്ലെങ്കിലും ഈ നാട്ടിൽ വന്നിട്ടാണല്ലോ ഇത് പറയുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അതുകൊണ്ട് തന്നെ വളരെ മോശമായ പരാമർശമാണത്, വളരെ തെറ്റായ പരാമർശമാണ് ആ മനുഷ്യൻ നടത്തുന്നത് എന്ന് വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കണം. പിന്നെ അദ്ദേഹം പറയുകയാണ്, എന്താ പറയുന്നത് അറിയോ? നമ്മൾ കാക്കക്കാരനോമാര് ചെയ്തതല്ല പിൻപറ്റേണ്ടത്, നമ്മൾ തെളിവ് നോക്കണം. എന്നാൽ തെളിവ് എന്താന്ന് അയാൾ പറയണില്ല. തെളിവെന്താന്ന് അയാൾക്ക് മനസ്സിലായിട്ടില്ല. തെളിവ് എന്ന് പറഞ്ഞാൽ എന്താണ്? 4 തെളിവുകളാണ് അല്ലാഹുവിന്റെ റസൂൽ ഇട്ടേച്ചു പോയത്. മതവിധികൾ കണ്ടെത്താൻ ഖുർആൻ നോക്കുക, അതുപോലെ ഹദീസ് നോക്കുക, മുജ്തഹിദുകളായ ഇമാമുമാരുടെ ഇജ്മാ പരിശോധിക്കുക. ഈ 3 തെളിവുകളെയും മാറ്റിവെച്ചുകൊണ്ടുള്ള ഗവേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ കണ്ടെത്തുന്ന മതവിധി. അപ്പൊ ഒരു ചോദ്യം ഉണ്ടാവും, ഇതൊന്നും ഇപ്പൊ ഞമ്മക്ക് കഴിയൂലല്ലോ. നമ്മൾ ചെറുപ്പത്തിൽ 5ാം ക്ലാസ് വരെ കഴിഞ്ഞ് പിന്നെ വയറിങ്ങിന് പോയി, അല്ലെങ്കിൽ ഗൾഫിൽ പോയി, അതല്ലെങ്കിൽ വണ്ടി വാങ്ങി, അതല്ലെങ്കിൽ മറ്റു ജോലി ചെയ്തു. നമ്മൾ ജീവിതത്തിന്റെ 24 മണിക്കൂറും ഇസ്ലാമിന്റെ മതവിധികളുടെ നിർദ്ധാരണത്തിന് വേണ്ടി സമയം ചെലവാക്കാൻ നമുക്ക് അവസരം കിട്ടിയിട്ടില്ലല്ലോ, പാണ്ഡിത്യമില്ലല്ലോ, ഇൽമില്ലല്ലോ. അപ്പൊ നമ്മളെന്താ ചെയ്യാ?
സാധാരണക്കാരനായ ഞാനും നിങ്ങളും എന്താ ചെയ്യാ? മൗലവിന്റെ പ്രസംഗത്തിൽ കേട്ടിട്ടാണോ മനസ്സിലാക്കേണ്ടത്? എന്താ ചെയ്യേണ്ടത്? അതിന് അല്ലാഹുവിന്റെ റസൂൽ ഒരു മറുപടി പറഞ്ഞു. ഉലമാക്കളാണ് അമ്പിയാക്കളുടെ പ്രവർത്തനം അടുത്ത ഖിയാമത്ത് നാൾ വരേക്കുമുള്ള തലമുറയിൽ നടപ്പിലാക്കേണ്ടതെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന് ഉലമാക്കളാ പണി ഏൽപ്പിച്ചിട്ടുണ്ട്. സാധാരണക്കാർ ബേജാറാവണ്ട, ഞാനും നിങ്ങൾ ബേജാറാവണ്ട. ആലിമു ഖുറൈശിൻ യംലഉ തിബാഖൽ അർളി ഇൽമാ, ഭൂഖണ്ഡമാസകലം വിജ്ഞാനം നിറക്കുന്ന ഖുറൈശി പണ്ഡിതനായ ഷാഫി ഇമാമിനെ പോലത്തെ ഉലമാക്കളാ ദൗത്യം നിർവഹിച്ചിട്ടുണ്ട്. അവർ കിതാബ് ഉണ്ടാക്കിയിട്ടുണ്ട്, ക്രോഡീകരിച്ചിട്ടുണ്ട്. ഖുർആന്റെ വിശദീകരണം, ഹദീസിന്റെ വിശദീകരണം, ഇജ്മാഇന്റെ വെളിച്ചം, ഖിയാസിന്റെ വെളിച്ചം, അതിന്റെ അടിസ്ഥാനത്തിൽ ഏതൊരു പ്രശ്നത്തിന്റെയും മതവിധി അവർ പറഞ്ഞിട്ടുണ്ട്. മരണാനന്തര കർമ്മങ്ങളുടെ മതവിധി എന്താ? ഇവിടെ അയാൾ പ്രസംഗിച്ചം പറഞ്ഞു, മരിച്ച ആൾക്ക് കൂലിട്ടാൻ വേണ്ടി ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നത് ഷാഫി മദ്ഹബിനെതിരാണ്. നഊദുബില്ല, വല്ലാത്തൊരു മനുഷ്യൻ തന്നെ. ഷാഫിഈ മദ്ഹബിലെ ഏറ്റവും പ്രാമാണികനായ ഒരു ഇമാമാണ് ഇമാമുൽ സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി. കേട്ടിട്ടുണ്ടാവും, സുയൂത്തി ഇമാമിന്റെ എത്രയോ കിതാബ് ഒരു പക്ഷേ നമ്മളെ പള്ളിക്കുണ്ടാവും. കാച്ചിൻകാട്ട് പള്ളിക്ക് ചെന്നോക്കുള്ളൂ. ആ സുയൂത്തി ഇമാമിന് അൽഹാവിൽ ഫതാവ എന്ന് പറഞ്ഞിട്ടൊരു ലോകപ്രസിദ്ധ കിതാബുണ്ട്. ആ കിതാബിൽ 10-20 പേജ് വിശദീകരിച്ചൊരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു ഇമാമു സുന്നയല്ലേ, അദ്ദേഹത്തിന്റെ കിതാബ് സുഹ്ദ് എന്ന കിതാബിലും മറ്റനേകം ഹദീസിന്റെ കിതാബുകളിലും പറയുന്ന ഒരു ആചാരമുണ്ട്. എന്താണെന്നറിയോ? ഇന്നൽ മൗതാ യഫ്തനൂന ഫീ ഖുബൂരിഹിം 7 അയ്യാം വഫീ റിവായത്തിൻ 40 യൗമാ فكانوا يستحبون القيام عنهم تلك الايام. ഒരാൾ മരിച്ചുപോയാൽ മരണാനന്തരം ജീർണിതാവസ്ഥ എന്നല്ല, മരണാനന്തരം ഒരുപാട് മരണാനന്തരം എന്ന് പറഞ്ഞാൽ ഒരു ജീവിതമാണ്. മരണവും മരണാനന്തര ജീവിതവും അതാണ് നമ്മളെ വയലിന്റെ വിഷയം തന്നെ. അതാ മരണവും മരണാനന്തര ജീർണതയും എന്നാണോ? മരണവും മരണാനന്തര ജീർണതയും എന്ന് വഹാബി പറയുമ്പോൾ സുന്നികളെന്താണ്? മരണവും മരണാനന്തര ജീവിതവും എന്നാണ്. അപ്പൊ മരണാനന്തര ജീവിതത്തിൽ 7 ദിവസം അല്ലെങ്കിൽ 40 ദിവസം പരീക്ഷണമുണ്ട് മയ്യത്തിന്. അതുകൊണ്ട് ഫക്കാനു സ്വഹാബിമാർ, 1,00,000 പരം വരുന്ന സ്വഹാബിമാർ. നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ ഉസ്താദ് പറഞ്ഞില്ലേ, ആ സ്വഹാബത്തിന്റെ പക്ഷം പിടിച്ചവർ വിജയിച്ചുവെന്ന്. ആ സഹാബിമാരായിരുന്നു മയ്യത്തിന് വേണ്ടി ആളുകൾക്ക് അന്നദാനം ചെയ്യാറുണ്ടായിരുന്നു. തിൽക്കൽ അയ്യാം, പ്രസ്തുത ദിവസങ്ങളിൽ. എന്നിട്ട് ഈ സംഭവം 10-20 പേജ് വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി തങ്ങൾ ഈ ഉപന്യാസത്തെ സമാപിപ്പിക്കുന്നത് എങ്ങനെയെന്നറിയോ? മക്കയിലും മദീനയിലും വിശുദ്ധ ഗേഹങ്ങളിൽ സ്വഹാബത്തിന്റെ കാലം മുതൽ കർണം വായത കർണായിട്ട്, കാബിറൻ അൻ കാബിറായിട്ട്, ഖലഫൻ അൻ സലഫായിട്ട്, തലമുറകളായിട്ട് മരണാനന്തരം മരിച്ചവർക്ക് വേണ്ടി ഭക്ഷണം നൽകുന്ന ഏർപ്പാട് നടന്നുകൊണ്ടിരിക്കുന്നു. ഇത് പറയാം, ഷാഫി മദ്ഹബുകാരതിനെതിരാണ്. ഷാഫി മദ്ഹബിന്റെ ഏതെങ്കിലും ഒരു കിതാബ് കണ്ടിട്ട് പറയുകയാണെങ്കിൽ തിരക്കിടില്ല. അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു സംബന്ധിച്ചൊരു പച്ചക്കളവ് പറഞ്ഞു. പച്ചക്കളവ് കഴിഞ്ഞ പേരാമ്പ്ര സംവാദത്തിൽ ബഹുമാനപ്പെട്ട അഷ്റഫ് ഉസ്താദിന്റെ നേതൃത്വത്തിൽ പേരാമ്പ്ര സംവാദം നടക്കുമ്പോ മുഹിയുദ്ദീൻ ശൈഖിന്റെ കിതാബേറ്റിന് വന്നു മൗലവി. അത് മറ്റേ ചേരിയുള്ള മൗലവിയാണ്. അയാൾ പറഞ്ഞു, മുഹിയുദ്ദീൻ ശൈഖ് പറഞ്ഞിട്ടുണ്ട് ഇസ്തിഗാസ ശിർക്കാണ്. ഞങ്ങൾ പറഞ്ഞു, മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഫത്ഹുർ റബ്ബാനി അല്ലേ നിങ്ങൾ വായിച്ചത്? ആ ഫത്ഹുർ റബ്ബാനി മാത്രം മുന്നിൽ വെച്ചുകൊണ്ടൊരു സംവാദം നടത്താൻ നിങ്ങൾ തയ്യാറുണ്ടോ? പിന്നെ മൗലവി മിണ്ടിയില്ല. എന്താണെന്നറിയോ? മുഹിയുദ്ദീൻ ശൈഖ് തങ്ങള് ഈ ഫത്ഹുർ റബ്ബാനിയിൽ പറയുന്നുണ്ട്. എന്ത് അറിയോ? കൈഫ തഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് വഫീ ഖൽബിക കം ഇലാഹ്. ചെറുപ്പക്കാരെ ശരിക്കും മനസ്സിലാക്കണം, ഇത് എത്രയോ ചെറുപ്പക്കാരെ തെറ്റിദ്ധരിപ്പിച്ച ഒരു വാക്കാണ്.
വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ, ഫേസ്ബുക്ക് പേജുകളിലൂടെ എത്രയോ ചെറുപ്പക്കാരെ തെറ്റിദ്ധരിപ്പിച്ചൊരു പദപ്രയോഗമാണ് മുജാഹിദുകൾ സദാ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പദപ്രയോഗമാണ് കാച്ചിൽക്കാട് വന്നിട്ട് ഈ മൗലവി ഇവിടെ ആവർത്തിച്ചത്. കൈഫ തഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് വഫീ ഖൽബിക കം ഇലാഹ്. നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് എങ്ങനെ ചൊല്ലും, നിന്റെ മനസ്സിൽ ദൈവങ്ങളല്ലേ? ആ മുഹിയദ്ദീൻ ശൈഖ് അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ പറയുന്നറിയോ? നിനക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ, നിനക്കൊരു ഗ്ലാസ് ചായക്ക് ആവശ്യമുണ്ടാകുമ്പോൾ നിന്റെ ഭാര്യയോട് പറയണ്ട, അള്ളാഹിനോട് പറഞ്ഞാൽ മതി. എന്റെ അമ്മാനോട് ഒരു സഹായം ചോദിക്കണ്ട, അതൊക്കെ ശിർക്കാണ്. നിനക്ക് ഇപ്പൊ എനിക്കൊരു ഗ്ലാസ് വെള്ളം വേണം, ഉസ്താദെ ഒരു ഗ്ലാസ് വെള്ളം എടുത്തു തരുമെന്ന് പറഞ്ഞാൽ ശിർക്കാണ്. അബൂ ഹംസത്തുൽ ഖുറാസാനി റളിയല്ലാഹു അൻഹു പൊട്ടക്കിണറ്റിൽ വീഴുകയാണ്. ആ പൊട്ടക്കിണറ്റിൽ വീണപ്പോൾ ആളുകൾ അറിയുന്നില്ല. പിന്നീട് മണിക്കൂറുകൾക്ക് ശേഷം ഏതോ ഒരു യാത്രക്കാർ ഈ പൊട്ടക്കിണറ്റിൽ ആളുകൾ വീഴാതിരിക്കാൻ വേണ്ടി അതിന്റെ മുകൾ അടച്ചിടുകയാണ്. അപ്പോഴും അബൂ ഹംസത്തുൽ ഖുറാസാനി കിണറ്റിൽ നിന്ന് ഈ രംഗങ്ങനെ കാണുകയാണ്. പക്ഷേ വിളിച്ചു പറഞ്ഞില്ല. അബൂ ഹംസത്തുൽ ഖുറാസാനി അവിടെ തന്നെ ഇരുന്നു. അങ്ങനെ ആളുകൾ ആ കിണർ അടച്ചു പോയി. പിന്നീട് അതാ ഒരു മൃഗത്തിന്റെ കാലിറങ്ങി വരുന്നു. ആ കാലിത അദ്ദേഹത്തെ താങ്ങിക്കൊണ്ടുപോകുന്നു. കാട്ടിൽ നിന്നിറങ്ങി വന്ന ഒരു സിംഹമായിരുന്നു അത്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ തീക്കുണ്ടാരത്തിലേക്ക് നമ്രൂദിന്റെ കിങ്കരന്മാരെടുത്തെറിയുന്നു. ജിബ്രീൽ അലൈഹിസ്സലാം വാനലോകത്തിൽ നിന്നിറങ്ങി വരുന്നു. എന്നിട്ട് പറയുന്നു, ഞാൻ അങ്ങയെ സഹായിക്കട്ടെയോ? ഞാൻ എന്താണ് ചെയ്തു തരേണ്ടത്? ഖലീലുല്ലാഹി ഇബ്രാഹിം നബി പറയാണ്, അമ്മാ ഇലൈക ഫലാ ഹാജത ലീ. ജിബ്രീലേ, എനിക്ക് അങ്ങയോടൊരു ആവശ്യവും ഇല്ല. ഇൽമുഹു ബിഹാലി അഗ്നാ അൻ സുആലി. ഇൽമുഹു ബിഹാലി ഹസ്ബി അൻ സുആലി. അല്ലാഹുക്കറിയാലോ എന്റെ അവസ്ഥ. ഞാൻ അങ്ങയോട് ഒന്നും ചെയ്തു തരാൻ പറയുന്നില്ല. അപ്പൊ ഇത് ഔലിയാക്കളെ ഭാഷയാണത്. ആ ഭാഷയിൽ പറഞ്ഞ ശിർക്കാണത്. അത് ഇസ്ലാം എന്ന് പുറത്തു പോകുന്ന ശിർക്കല്ല. അത് ഉയർന്ന മഖാമിൽ നിലകൊള്ളുന്ന ആളുകൾ പറയുന്ന സംസാരമാണ്. ആ സംസാരം ഒരിക്കലും തന്നെ സാമാന്യവൽക്കരിക്കേണ്ടതല്ല. അത് സാധാരണക്കാരോട് പറയേണ്ടതല്ല. ഒരു ഉദാഹരണം കൂടി പറയാം. സ്വഹീഹ് മുസ്ലിമിൽ കാണാം, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ത് ചെയ്തു എന്നല്ലേ? 9 വരുന്ന സ്വഹാബിമാരോട് ബൈഅത്ത് ചെയ്യുകയാണ്. നിങ്ങൾ ശിർക്കിന്റെ ആളുകളാവരുതേ, നിസ്കാരം നിർവഹിക്കണേ, നോമ്പ് നോൽക്കണേ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബൈഅത്ത് ചെയ്യുകയാണ്, ഉടമ്പടി ചെയ്യുകയാണ്. അതിനുശേഷം അതൊക്കെ പരസ്യമായിട്ട് ഉറക്കെ പറയുകയാണ്. പിന്നീട് വളരെ ഗോപ്യമായി, വളരെ രഹസ്യമായി ആ സഹാബിമാരോട് ഒരു കാര്യം പറയാണ്, ലാ തസ്അലുന്നാസ ശൈആ. ജനങ്ങളോടൊന്നും ചോദിക്കരുത്, എന്റെ കാര്യം ആരോടും ചോദിക്കരുത്. അത് വിശദീകരിച്ചുകൊണ്ട് മുസ്ലിമിൽ കാണാം, സ്വഹീഹ് മുസ്ലിമിൽ സ്വഹീഹ ഹദീസ. അത് ബാക്കിയുള്ള സഹാബിമാരോട് റസൂൽ പഠിപ്പിച്ചിട്ടില്ല. മനക്കരുത്തുള്ള, മനക്കട്ടിയുള്ള, തവക്കുലിന്റെ മഖാമിൽ വിരാജിക്കുന്ന ആ സഹാബിമാർ, അവർക്ക് നൽകിയ തർബിയത്താണത്. ആ സഹാബിമാരുടെ കയ്യിൽ നിന്ന് അറബികൾ സാധാരണ പിടിക്കാറുള്ള ചാട്ടവാർ നിലത്തേക്ക് വീണാൽ പോലും അതൊന്ന് എടുത്തു തരുമോ എന്നവർ ചോദിക്കാറില്ലായിരുന്നു. അതിന്റെ അർത്ഥം, ഇനിയിപ്പോ നമ്മളെ കീശിന്ന് ഒരു പൈസ നാണയം ചാടി, അപ്പൊ ഞാൻ പറഞ്ഞു അതൊന്ന് എടുത്തു തരുമെന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഞാൻ നേരത്തെ എന്റെ ലാപ്ടോപ്പ് ഞാൻ കൊണ്ടുവരാൻ മറന്നിരുന്നു. അപ്പൊ ഞാനൊരു മുത്താലിമിനെ വിളിച്ചിട്ട് ആ ലാപ്ടോപ്പ് കൊണ്ടുവരാൻ വേണ്ടി ആവശ്യപ്പെട്ടു. അത് ശിർക്ക? ഈ ഹദീസ് ഓതിക്കാതെ ശിർക്കാന്ന് പറയാൻ പറ്റുമോ? ഈ സഹാബിമാർ, ഈ 9 വരുന്ന സഹാബിമാർ, അവരുടെ കയ്യിൽ നിന്ന് ചാട്ടവാറോ വല്ല പേനയോ നിലത്തേക്ക് വീണാൽ അത് എടുത്തു തരാൻ വേണ്ടി പോലും അവർ ആവശ്യപ്പെടാറില്ലായിരുന്നു. ആ ഹദീസ് ഓതിക്കാണ്ട് നാട്ടേരെ അതുകൊണ്ട് ആൾക്കാരോട് സഹായം ചോദിക്കുന്നത് ശിർക്കാണ്, ലാപ്ടോപ്പ് കൊണ്ടുവരാൻ വേണ്ടി പറയുന്നത് ശിർക്കാണ് എന്ന് പറയാൻ പറ്റും? എന്താണ് ഈ പറയുന്നത്? അപ്പൊ ഫത്ഹുർ റബ്ബാനിയുടെ ഭാഷ മനസ്സിലാക്കണം, മുഹ്യിദ്ദീൻ ശൈഖിന്റെ ഭാഷ മനസ്സിലാക്കണം, 9 സഹാബത്തിന്റെ ഭാഷ മനസ്സിലാക്കണം, ഖലീലുല്ലാഹി ഇബ്രാഹിം നബിയുടെ ഭാഷ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാതെ ശിർക്കാന്ന് പറയല. അതുകൊണ്ട് എന്റെ മുഅ്മിനീങ്ങളെ, ഇനി ഒരൊറ്റ കാര്യം കൂടി
ഉറുക്കിനെ പറ്റി അദ്ദേഹം ഒരു സംശയം ചോദിച്ചിട്ട് ഒരു വലിയ നമ്മൾ ഈ ഉറുക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കഷ്ണം ഉറുക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉറുക്ക് എന്ന് പറഞ്ഞാല് ഒരു കഷ്ണം പേപ്പറിൽ ഖുർആനിന്റെയോ അല്ലെങ്കിൽ വിശുദ്ധമായ വേറെ ഏതെങ്കിലോ വചനങ്ങൾ എഴുതുക, എന്നിട്ടത് മടക്കുക, എന്നിട്ടത് വല്ല ലോഹ കൂട്ടിലുമാക്കിയിട്ട് ശരീരത്തിൽ എവിടെങ്കിലും കെട്ടുക, അല്ലേ? ഇതല്ല ഉറുക്ക് എന്ന് പറഞ്ഞാല്. അപ്പൊ ഇയാളെ സംശയം എന്താ വെച്ചാൽ, അങ്ങനെ ഉറുക്ക് കെട്ടിയാല് കക്കൂസ് പോകുമ്പോ എന്താ കാട്ടുകയാണ്? കക്കൂസ് പോകുമ്പോ എന്താ കാട്ടുക? കക്കൂസ് പോകുമ്പോ എന്താ കാട്ടുക? ഉറുക്ക് കഴിച്ചേക്കണം. അല്ലെങ്കിലോ അതല്ലെങ്കിൽ ഉറുക്കെന്ത് ചെയ്യണം? ആ ലോഹത്തകിടിന്റെ ഉള്ളിൽ പുറത്തേക്ക് വെളിവാവാത്ത രൂപത്തിൽ മറച്ചു പിടിക്കണം. ഇതിനൊക്കെ മറുപടി നമ്മളെ കിതാബിലുണ്ട്. അപ്പൊ ഇയാളെ സംശയം എന്താണ്? ഈ തങ്ങള് ഖുർആന്റെ ആയത്ത് കൊണ്ട് ഊതിയ നൂല് നമ്മളും കെട്ടുന്നു, നമ്മുടെ ഹൈന്ദവ സഹോദരന്മാര് ഒരു തരം കാവ്യവർണ്ണത്തിലുള്ള നൂലും കെട്ടുന്നു, തമ്മിലൊരു വ്യത്യാസമില്ല. എന്നപ്പോ അങ്ങനെ പറയുകയാണെങ്കിൽ വെള്ള തുണി ഞാനും ധരിച്ചു, അതുപോലെ കറുത്ത തുണി അയ്യപ്പ ഭക്തനും ധരിച്ചു, ഒരു വ്യത്യാസമില്ല എന്നാ? അയ്യപ്പ ഭക്തൻ കറുത്ത തുണി ധരിച്ചു, ഞാൻ വെളുത്ത തുണി ധരിച്ചു, രണ്ടും തമ്മിൽ വ്യത്യാസമില്ലാന്ന്? വ്യത്യാസമില്ല എന്ന് പറയുന്നവന് തലയിൽ വല്ലതുണ്ടോ? ഞാൻ ഒറ്റ ചോദ്യം ചോദിച്ചുകൊണ്ട് നിർത്തട്ടെ. അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ ഇതുപോലെ ഒരു മന്ത്രം കൊണ്ടുവരപ്പെടുകയാണ്. ആ മന്ത്രം ശരിയാണോ തെറ്റാണോ? അപ്പൊ അതിന് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? നിങ്ങൾ ആ മന്ത്രിച്ചൂതിയത് എനിക്കൊന്ന് കാണിച്ചു തരണേ. അപ്പൊ കാണിച്ചെടുത്തപ്പോ അതിൽ കുഴപ്പമൊന്നുമില്ല. അപ്പൊ നബി തങ്ങൾ പറയാണ്, ലാ ബഅസ ബിർറുഖാ മാ ലം യകുൻ ഫീഹി ശിർകുൻ. ബഹുദൈവ വിശ്വാസത്തിന്റെ വചനങ്ങളില്ലെങ്കിൽ മന്ത്രത്തിൽ കുഴപ്പം ഇല്ല, ഉറുക്കിൽ കുഴപ്പം ഇല്ല, പിന്നാണ് വെളുത്തിൽ കുഴപ്പം ഇല്ല. ഇല്ലാന്ന് റസൂല് പഠിപ്പിക്കുമ്പോ പിന്നെ എന്തിനാണ് ഉണ്ട് എന്ന് പറയുന്നത്? എന്തിനാ? അതുകൊണ്ടാണ് ഈ സഹോദരൻ, ഇവിടെ പ്രസംഗിച്ചു പോയ സഹോദരൻ, അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പറഞ്ഞ പരാതി, ഞങ്ങളെ എല്ലാവരും പുത്തൻവാദികളായിട്ടാണ് കാണുന്നത്, സമൂഹം അങ്ങനെയാണ് വീക്ഷിക്കുന്നത് എന്ന് അദ്ദേഹം ഇവിടെ ഒരു പരാതി പറഞ്ഞു. ആ പരാതിക്ക് അദ്ദേഹത്തിനോടുള്ള സമാധാനം, അദ്ദേഹത്തിന് കൊടുക്കുന്ന സമാധാനം, നിങ്ങളുടെ പരാതിക്ക് കാരണം നിങ്ങളാണ് വിവസ്ത്രനായിട്ടുള്ളത്, നിങ്ങളാണ് നഗ്നനായിട്ടുള്ളത്, നിങ്ങളാണ് ലാ ഇലാഹ ഇല്ലല്ലയെ അട്ടിമറിച്ചത്, നിങ്ങളാണ് മുഹമ്മദുർ റസൂലുള്ളയെ അട്ടിമറിച്ചത്, നിങ്ങളാണ് സുന്നത്തിനെ ബിദ്അത്താക്കിയത്, നിങ്ങളാണ് ബിദ്അത്തിനെ സുന്നത്താക്കിയത്, നിങ്ങളാണ് നബിദിനത്തിന്റെ അന്ന് സങ്കടപ്പെടുകയാണ് ആചരിക്കേണ്ടത് പറഞ്ഞ് നിങ്ങളെ വിശ്വാസങ്ങൾ പറഞ്ഞത്. അത് കാരണത്താലാണ് ഇവിടുത്തെ ജനങ്ങൾ നിങ്ങളെ പുത്തൻവാദികളായിട്ട് കാണുന്നത് എന്ന് മാത്രമാണ് ഇതിനുള്ള മറുപടി എന്നുണർത്തിക്കൊണ്ട്, എന്നോർമ്മപ്പെടുത്തിക്കൊണ്ട് വാക്കുകൾ നിർത്തുന്നു. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.